യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഈ സമ്പത്ത് ശേഖരിച്ച് നിക്ഷേപിച്ചു വെച്ച്, അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തി ഞാൻ ഇത്രയും പണത്തിൻ്റെ ഉടമയാണ്, ലോകത്ത് സമ്പന്നരുടെ പട്ടികയിൽ ഞാൻ ഇത്രാം സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഇന്ന ഗ്രേഡിലാണ് എന്ന് സ്വയം ചിന്തിച്ച് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ യഹ്സബു, അവൻ വെച്ചു പുലർത്തുന്ന ധാരണ എന്താണ്? അന്ന മാലഹു അഖ്ലദാ. അവന്റെ സമ്പത്ത് അവനെ ഈ ഭൗതിക ലോകത്ത് എന്നും ശാശ്വതനാക്കി എല്ലാ കാലവും ഇവിടെ അവനെ നിലനിർത്തും എന്ന ധാരണയാണ് അവൻ വെച്ചു പുലർത്തുന്നത്. അങ്ങനെ പണം അതുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാമായി, ഇനി ഒന്നും ഭയപ്പെടാനില്ല, സമ്പത്തുള്ളവൻ ഇവിടെ ആരെ പേടിക്കാനാണ് എന്ന വല്ലാത്ത ദുരമൂത്ത ആ ചിന്തയുള്ള മനുഷ്യൻ, അവന്റെ സ്വഭാവമാണ് മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുകയും നിസ്സാരപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുക എന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപോലെ വളരെയധികം ഭീതിതമായ നരകശിക്ഷയ്ക്ക് വിധേയമാകുന്ന തിന്മകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തും. അപ്പോൾ സ്വാഭാവികമായി നമ്മളിവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? സമ്പത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും നമ്മൾ സഗൗരവം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാം കാര്യം എന്ന് പറയുന്ന 5 കാര്യങ്ങളിൽ വളരെ സുപ്രധാനമായ ഒന്ന് നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് നമുക്കറിയാം. ആ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പഠിക്കുകയും ജീവിതത്തിൽ നമ്മളത് ശ്രദ്ധിക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഇസ്ലാം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല, നമുക്ക് സ്വർഗം ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ സമ്പത്ത് എന്ന് പറയുന്ന വിഷയമാണ് ഇന്ന് ലോകം ഏറ്റവും അധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ അവന്റെ കാലെടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ, ഏത് ചലനങ്ങളുടെയും പ്രേരകം എന്താണെന്ന് ചോദിച്ചാൽ അവസാനം ചെന്നെത്തുന്നത് സമ്പത്തിലേക്കായിരിക്കും. ഇവിടെ നടക്കുന്ന യാത്രകൾ, തൊഴിലുകൾ, പഠനങ്ങൾ എന്തും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതിൻ്റെ പിന്നിൽ സാമ്പത്തികമായ ലക്ഷ്യമുണ്ടാകും. പലപ്പോഴും നമ്മുടെ മതപ്രഭാഷണങ്ങൾ പോലും സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടക്കാറുള്ളത്. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ സമ്പത്തിനെ സംബന്ധിച്ച് ഇസ്ലാമിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമേതര പ്രത്യയശാസ്ത്രങ്ങളും ഇസങ്ങളുമെല്ലാം ഈ വിഷയത്തിൽ എന്താണ് മുന്നോട്ട് വെക്കുന്നത്, എന്താണ് അവർ അവതരിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. പ്രധാനമായും ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സാമ്പത്തിക പ്രത്യയശാസ്ത്രങ്ങൾ 4 എണ്ണമാണ്. ഒന്ന് മുതലാളിത്ത വ്യവസ്ഥിതി എന്ന് പറയും, ക്യാപിറ്റലിസം എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ വികസിത രാജ്യങ്ങൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന രാഷ്ട്രങ്ങളാണ് ഈ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഉടമസ്ഥർ. എന്താണ് മുതലാളിത്ത വ്യവസ്ഥിതിയുടെ സവിശേഷത? ലോകത്ത് അവർക്കാണ് സാമ്പത്തിക വിഷയത്തിൽ മേൽക്കോയ്മ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണ് അങ്ങനെ അവരുടെ കയ്യിൽ കൂടുതൽ സമ്പത്തുണ്ടാകാനും അവരെ സാമ്പത്തിക ശാസ്ത്രം വിജയകരമാണെന്ന് വരുത്തി തീർക്കാനും അവർക്ക് സാധിക്കാനുണ്ടായ കാരണം? ഒന്നാമതായി മുതലാളിത്ത വ്യവസ്ഥ നിർദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, ഇത്ര അവന്റെ പേരിൽ സമ്പാദ്യമുണ്ടായാൽ ഇനി സമ്പാദിക്കാൻ പാടില്ല എന്നൊരു വിലക്ക് മുതലാളിത്ത വ്യവസ്ഥയിലില്ല. എത്രയും സമ്പാദിക്കും. അവിടെ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുമായി മുതലാളിത്തം വഴിപിരിയുന്നത്. കമ്മ്യൂണിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത അല്ലെങ്കിൽ അതിൻ്റെ ന്യൂനത എന്ന് വേണം പറയാൻ, ഒരാൾക്ക് സമ്പാദിക്കാൻ എത്രയും അവകാശമില്ല. മാത്രമല്ല സ്വകാര്യ സ്വത്തവകാശം പോലും ഒരു വേള നിഷേധിച്ചിരുന്നു സോവിയറ്റ് യൂണിയൻ. അതുകൊണ്ട് തന്നെ അതിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മുതലാളിത്ത വ്യവസ്ഥ അങ്ങനെയല്ല, ആർക്കും എത്രയും സമ്പാദിക്കാം. ഏതു വലിയ കുത്തകയാണെങ്കിൽ ഇനി ലോകം മുഴുവൻ അവന്റെ കുത്തകയിലേക്ക് കൊണ്ടുവരുന്നതിനും അവിടെ വിലക്കുകളില്ല. എന്നാൽ ആ വ്യവസ്ഥിതിയുടെ പ്രശ്നം എവിടെയാണ്, തകരാർ എവിടെയാണ്?
എന്തിൽ നിന്ന് സമ്പാദിക്കാം, എന്തിൽ നിന്നെല്ലാം സമ്പാദിച്ചുകൂടാ. അവിടെ നേരും നെറിയും വ്യവചേദിച്ച് കാണിച്ചു കൊടുക്കാനുള്ള വിവേകം മുതലാളിത്ത വ്യവസ്ഥക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സമ്പത്തുണ്ടാക്കാൻ ഏതു മാർഗവും മുതലാളിത്വം സ്വീകരിക്കും. ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ കെടുതികളുണ്ടോ, അധിനിവേശങ്ങളുണ്ടോ, വിലക്കയറ്റങ്ങളുണ്ടോ, അതുപോലെ സംഘർഷങ്ങളുണ്ടോ, ഇതിന്റെ മുഴുവനും പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ താല്പര്യങ്ങളാണ്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് ലോകത്ത് മുതലാളിത്ത രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം എന്താണ്? അത് ആയുധ നിർമ്മാണമാണ്. നമ്മളെ ഇന്ത്യയിൽ ഇപ്പം വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യവുമായുള്ള ആയുധ ഇടപാടിൽ നടന്ന അഴിമതിയാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേട്ടത്. ഇതാരാ? മുതലാളിത്ത രാജ്യങ്ങൾ വികസിത അവികസിത അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളുമായി നടത്തുന്ന ആയുധമിടപാട്, അവരെ ഉൽപാദനം ആയുധമാണ്. നമ്മൾ അറിയുക, ആയുധം ഉൽപാദിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാലൊരു കാര്യം നടക്കണം. ഒന്നുകിൽ അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് വിറ്റുപോകണം. ഇത് രണ്ടുമല്ലാതെ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവ് ചെയ്ത് നിർമ്മിച്ചു വെച്ച ആയുധം തുരുമ്പെടുത്ത് നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യത്തിന് ഭീമമായ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ മുതലാളിത്ത രാജ്യങ്ങൾ നിർമ്മിച്ച ആയുധങ്ങൾ വിൽക്കപ്പെടുമ്പോഴാണ് അവർക്ക് വമ്പിച്ച ലാഭമുണ്ടാകുക. ആയുധം വിൽക്കപ്പെടണമെങ്കിൽ എന്തു വേണം? അതിന് ഡിമാൻഡ് ഉണ്ടാകണം, അല്ലെ? ഒരു സാധനം ചെലവാകണമെങ്കിൽ ഡിമാൻഡ് വേണ്ടേ? ആയുധം ചെലവാകാൻ, ഡിമാൻഡ് വർദ്ധിക്കാൻ എന്താണ് സാഹചര്യം ഉണ്ടാകേണ്ടത്? യുദ്ധ സാഹചര്യം നിലനിൽക്കണം. യുദ്ധ സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ലോകത്ത് സംഘർഷങ്ങൾ വേണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന താല്പര്യം മുതലാളിത്ത രാജ്യങ്ങൾക്കില്ല. എന്തേ കാരണം? ഒരേ സമയത്ത് ഈ രണ്ട് വലിയ രാഷ്ട്രങ്ങൾക്കും കോടിക്കണക്കിന് ഡോളറുകളുടെ ആയുധം വിൽക്കണമെങ്കിൽ കാശ്മീർ പ്രശ്നം കത്തി നിൽക്കണം, അതിൻ്റെ പേരിൽ വിപണനം നടക്കണം. ഇതാണ്. ഇനി ലോകത്ത് എവിടെയാണോ സമ്പത്ത് കൂടുതലുള്ളത് ആ പ്രദേശങ്ങളിൽ ചെന്ന് സംഘർഷമുണ്ടാക്കി യുദ്ധ സാഹചര്യം രൂപപ്പെടുത്തിയാൽ തീർച്ചയായും ആയുധ വിൽപ്പന സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏത് സംഘർഷങ്ങൾ ഉണ്ടാകട്ടെ, പശ്ചിമേഷ്യയിലാവട്ടെ, കൊറിയൻ പ്രദേശങ്ങളിലാവട്ടെ, അവിടെയൊക്കെയും ഈ സംഘർഷം സൃഷ്ടിക്കുന്നത് ആരാ? മുതലാളിത്ത വ്യവസ്ഥിതിയുടെ രാഷ്ട്രങ്ങളാണ്. അവരുടെ ഉൽപ്പന്നമാകുന്ന ആയുധം വിറ്റഴിക്കാൻ. ഇതിന്റെ കെടുതിയാണ് ഇന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ അഭയാർത്ഥികളായി ജനിച്ച നാടും വീടും വിട്ട് ഓടിപ്പോകേണ്ടി വന്നിട്ടുള്ളത്. മുതലാളിത്ത വ്യവസ്ഥയുടെ ക്രൂരത കാണാൻ ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ ഞാൻ പരത്തി പറയുന്നത്. എന്നാൽ മുതലാളിത്ത വ്യവസ്ഥ എത്രയും സമ്പാദിക്കാമെന്ന് പറഞ്ഞു. ആ സമ്പാദ്യം വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും ഇവിടെ രൂപപ്പെടുന്ന സ്ഥിതി എന്താണ്? സമ്പത്തുള്ളവർ കൂടുതൽ സമ്പന്നരാകുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു. മുതലാളിയുടെയും പാവപ്പെട്ടവന്റെയും ഇടയിലുള്ള അകൽച്ച വർദ്ധിക്കുന്നു എന്നത് ലോകത്ത് അസമത്വം സൃഷ്ടിക്കുന്നു. ഇതിന് പരിഹാരമുണ്ടാകണം എന്ന ധാർമ്മികമായ ഒരാശയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഉടലെടുക്കുന്നത്. അതൊരു സാമ്പത്തിക വ്യവസ്ഥയാണ് ശരിക്കു പറഞ്ഞാൽ. അവരെന്തു ചെയ്തു? ഈ മുതലാളിമാരുടെയും പാവപ്പെട്ടവരുടെയും ഇടയിലുള്ള അകൽച്ച കുറക്കാൻ വേണ്ടി അത് മുന്നോട്ട് വെച്ച വ്യവസ്ഥിതി സ്വാഭാവികമായും മനുഷ്യനിർമ്മിതമായതുകൊണ്ട് അതിനുണ്ടായ അബദ്ധങ്ങളൊക്കെ ഉണ്ടായി. അതെന്താ? അവര് പറഞ്ഞു, അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥിതി നിലവിൽ വന്നു കഴിഞ്ഞാൽ സർവ സമ്പത്തുകളുടെയും സർവാധികാരി ആരായിരിക്കും? സ്റ്റേറ്റ് ആയിരിക്കും. സ്വകാര്യ സ്വത്തവകാശം അവിടെ അനുവദിക്കുകയില്ല. എല്ലാവർക്കും വ്യവസായം നടത്താം, കൃഷി ഇറക്കാം. എന്നാൽ അതിന്റെ വരുമാനം മുഴുവനും ആരുടെ ആധിപത്യത്തിലാവണം? ഭരണകൂടത്തിന്റെ കയ്യിലാവണം. ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഭരണകൂടൻ പണം നൽകും. ഇതായിരുന്നു. പക്ഷേ ഇതൊരു നല്ല സ്വർഗീയ സങ്കല്പമാണ് എന്ന് തോന്നി അതിനെ ജനത പിന്തുണച്ചു. എന്നാൽ
ഒരു നൂറ്റാണ്ട് തികക്കാനാകാതെ അത് തകർന്നടിഞ്ഞുപോയി. കാരണം എന്താണ്? മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു താല്പര്യമാണ് സ്വന്തമായി സമ്പാദിക്കണം. പണിയെടുക്കുന്നതും കൃഷി ഇറക്കുന്നതും വ്യവസായം നടത്തുന്നതും തനിക്ക് കിട്ടൂല, അത് മറ്റാർക്കോ പോകുന്നു എന്ന് കണ്ടാൽ ആരെങ്കിലും തൊഴിലെടുക്കാൻ ഇറങ്ങോ? അതാണ് സോവിയറ്റ് റഷ്യയിലുണ്ടായത്. അവസാനം ആ രാജ്യം തന്നെ പിരിച്ചുവിടുന്നിടത്ത് അത് എത്തിച്ചേർന്നു. ലോകത്ത് നിലവിലുള്ള മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നടപ്പിൽ വരുത്തുന്നു എന്ന് അവകാശപ്പെടുന്ന മിശ്ര വ്യവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ മുതലാളിത്വത്തിന്റെയും സോഷ്യലിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ഒക്കെ നല്ല ഭാഗങ്ങൾ എടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ ഇവിടെ സാമ്പത്തിക നയം രൂപപ്പെടുത്തുന്നത്. ഈ വ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയ തകരാർ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇതിന് മൂലധനം കണ്ടെത്തുന്നത് പലിശാധിഷ്ഠിതമായ സമ്പത്തിലൂടെയാണ്. എന്ത് വ്യവസായമാണെങ്കിലും കൃഷിയാണെങ്കിലും ഏത് തരത്തിലുള്ള ഇടപാടാണെങ്കിലും അതിന്റെ അടിസ്ഥാന മൂലധനം ശേഖരിക്കുന്നത് പലിശ അധിഷ്ഠിതമായ ഇടപാടിലൂടെ. അതുകൊണ്ട് തന്നെ നമ്മളെ രാജ്യത്തിനോ ഈ വ്യവസ്ഥിതി അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങൾക്കോ മേലോട്ട് ഉയരാൻ കഴിയുന്നില്ല. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ രാജ്യം വളരെ വികസിച്ചതായി നമുക്ക് കാണും. ഒരുപാട് പാലങ്ങൾ വന്നു, തോടുകൾ വന്നു, റോഡുകൾ വന്നു, ആശുപത്രികൾ വന്നു, എല്ലാം വന്നു. പക്ഷേ ഇന്ത്യ ഇന്ത്യക്കാരുടേതല്ലാതായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. ബാഹ്യമായി നമ്മൾ വികസനം കാണുന്നു, പക്ഷെ ഈ രാജ്യം നമ്മുടേതല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ്? ഇവിടുത്തെ ഏത് വ്യവസായത്തിനും വികസനത്തിനും നമ്മൾ പലിശാധിഷ്ഠിത കടം വാങ്ങുകയാണ്, ലോൺ എടുക്കുകയാണ്. അതിന് IMF-നെ സമീപിക്കുന്നു, ലോകബാങ്കിനെ സമീപിക്കുന്നു, ADB-യെ സമീപിക്കുന്നു. ഇവരിൽ നിന്ന് വിദേശ കുത്തകകളിൽ നിന്നും സ്വദേശ കുത്തകകളിൽ നിന്നും നമ്മൾ വായ്പ വാങ്ങി വികസനത്തിനെന്ന പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പലരുടെയും കീശയിലൂടെ ഊറി വന്ന് അവസാനം വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ഇറങ്ങിയാൽ തന്നെ അതിൻ്റെ പണം തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഇന്ന് നിങ്ങൾ അറിയുമോ, ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ നിന്ന് 24% നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് വികസനത്തിനെന്ന പേരിൽ വിദേശ കുത്തകകളിൽ നിന്ന് നമ്മൾ എടുത്ത വായ്പയുടെ പലിശ കൊടുക്കാനാണ്. ഈ രാജ്യത്തെ ദരിദ്ര നാരായണന്മാരായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പാവപ്പെട്ടവന്റെ ശുദ്ധടക്കാൻ, വിശപ്പ് മാറ്റാൻ റേഷൻ സബ്സിഡിയായി ഈ രാജ്യം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം 4% മാത്രമാണ് ദേശീയ വരുമാനത്തിന്റെ. ബാക്കിയുള്ളത് എങ്ങോട്ട് പോകുന്നു? അധികവും പലിശക്ക് വാങ്ങിയ പണത്തിന്റെ പലിശ കൊടുക്കാൻ വേണ്ടി നമ്മൾ ദുർവിനിയോഗം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് 120 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഓരോ പൗരനും ചെറുതും വലുതും ആണും പെണ്ണുമൊക്കെ 6000-ൽ പരം രൂപക്ക് കടക്കാരനാണ്. അത്രയും വലിയ തുക ഓരോ മെമ്പറിൽ നിന്നും ശേഖരിച്ചെങ്കിലേ ഈ രാജ്യം വിദേശീയരിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ഇങ്ങനത്തെ ഒരു ദുസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പലിശാധിഷ്ഠിത ഇടപാടിന്റെ ദുരന്തം അതാണ്. വികസിത രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങളായ ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങളുടെ മിശ്ര വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ചാപല്യം. നമുക്ക് വിലക്കയറ്റം കുറച്ചു കൊണ്ടുവരാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? നമ്മൾ അരി ഉൽപ്പാദിപ്പിക്കാൻ അടിസ്ഥാനപരമായി മൂലധനം കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? ബാങ്കിൽ നിന്ന് പലിശാധിഷ്ഠിത ലോണാണ്. സ്വാഭാവികമായും ആന്ധ്രാപ്രദേശിലെയോ പഞ്ചാബിലെയോ ഒരു കർഷകൻ 100 കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കൃഷി ഇറക്കാൻ വേണ്ടി മില്യൺ കണക്കിന് രൂപ കടമെടുക്കുന്നു. കടമെടുക്കുമ്പോൾ അയാൾക്ക് കൃഷി ചെയ്യുമ്പം ലക്ഷ്യം എന്താണ്? തൻ്റെ അധ്വാനത്തിന് ഫലം കിട്ടണം, പോരാ ലാഭം കിട്ടണം. അതിൻ്റെ പുറമെ ഇത്രയും വലിയ തുകക്ക് ചുരുങ്ങിയത് 15% പലിശ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കൃഷി ഇറക്കുന്നവൻ പലിശയുടെ പേരിൽ നെല്ലിന് 1 തവണ വില കൂട്ടുന്നു. ഇനി അവിടെ ഉൽപ്പാദിപ്പിച്ച ആ നെല്ല് കൊയ്തെടുത്ത് തൊലിച്ച് അരിയാക്കണമെങ്കിൽ വൻകിട മില്ലുകാരന്റെ കയ്യിൽ കൊടുക്കണം.
നമ്മളെ നാട്ടുംപുറത്തെ ഫ്ലോർ മില്ലുകൾ മുതൽക്കുള്ള എല്ലാ വൻകിട മില്ലുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതുപോലെ ലോൺ എടുത്തുകൊണ്ടാണ് വ്യവസായം തുടങ്ങുന്നത്. അവർക്കും അതാ അടിക്കടി കൂലി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതിൻ്റെ പേരിലും കൂടുമ്പോൾ ഒരിക്കൽ കൂടി ലോൺ അടക്കണം എന്നതും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് അരി തൊലിക്കുന്ന മില്ലുകാരൻ അതിന് വില കൂട്ടും. ഇനി നൂറുകണക്കിനായ ലോറികളിലായി പഞ്ചാബിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഈ അരി കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോറിക്കാരോട് ചോദിക്കൂ, എന്തിനും ഓട്ടോറിക്ഷക്കാരോട് ചോദിക്കൂ, നിങ്ങൾ എങ്ങനെ ഈ വണ്ടി വാങ്ങിയത്? എല്ലാവരും പലിശ ഇടപാടിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കും ആവശ്യമുണ്ട്, ഇതിന്റെ പലിശ കൊടുക്കണം. അരിക്ക് 3 തവണ വില കൂടിയില്ലേ? ഇനി കൊണ്ടോട്ടിയിലെ വലിയങ്ങാടിയിലോ കോഴിക്കോട്ടെ വലിയങ്ങാടിയിലോ ഒക്കെ ചെന്ന് ആ മൊത്ത കച്ചവടക്കാരോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണ് കട ആരംഭിച്ചത്? അവരും പറയും ബാങ്ക് ലോണാണ്. അപ്പോൾ അരി വിൽക്കുമ്പോൾ സ്വാഭാവികമായും ലാഭവിഹിതത്തിന്റെ പുറമെ ലോൺ അടക്കാനുള്ളത് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് 4ാമത് അരിക്ക് വില കൂട്ടുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ പെട്ടിക്കടക്കാരൻ പോലും ബാങ്ക് ലോൺ ഉപയോഗിച്ചുകൊണ്ട് കട ആരംഭിക്കുമ്പോൾ 5ാമതായി അയാളെ വകയിലും ഇതാ അരിക്ക് വില കൂടുന്നു. ഇനി ചിന്തിക്കുക, ഈ വില മുഴുവനും ഒടുക്കി തീർക്കേണ്ടത് ആരാണ്? ഇവിടത്തെ തെങ്ങ് കയറ്റ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, ചുമട്ടുതൊഴിലാളി, പാവപ്പെട്ടവർ, ഇവരെല്ലാവരും ഈ മുതലാളിമാരെല്ലാം വാങ്ങിക്കൂട്ടിയ പലിശയുടെ വിഹിതം കൊടുത്ത് ഈ രാജ്യത്തെ നിലനിർത്തണം. എങ്ങനെ നമുക്ക് വിലക്കയറ്റം തടയാൻ കഴിയും? ചുരുക്കത്തിൽ നമ്മൾ പരിചയപ്പെട്ട 3 വ്യവസ്ഥിതിയും ഇതാണെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന 4ാമത്തെ സാമ്പത്തിക റൂട്ട് ഏതാണ്? അള്ളാഹു പറയുന്നത് സർവ സമ്പത്തിന്റെയും യഥാർത്ഥ ഉടമ സർവശക്തനായ അള്ളാഹുവാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. എല്ലാ അധികാരങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹു, അവന്റെ കരവലയത്തിലാണ് സർവ വസ്തുക്കളുടെയും ഉടമസ്ഥത. അവൻ ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ച അളവിൽ അവൻ കൊടുക്കുന്നു. ചിലരെ കയ്യിൽ നിന്ന് അതിനെ തിരിച്ചു വാങ്ങുന്നു, ചിലർക്ക് അഭിവൃദ്ധി നൽകുന്നു, ചിലരെ അല്ലാഹു തആല താഴോട്ട് കൊണ്ടുപോകുന്നു. ഇത് മുഴുവനും അല്ലാഹുവിന്റെ ആധിപത്യത്തിലാണ്. അതുകൊണ്ട് സമ്പത്തുകളുടെ സർവാധികാരി അല്ലാഹുവാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. ആ അല്ലാഹു മനുഷ്യരുടെ കയ്യിലേക്ക് വിവിധ അളവിൽ ധനം കൈമാറുന്നു, പല രീതിയിലുള്ള സമ്പത്ത്. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്? ഇതൊരു പരീക്ഷണമാണ്. ഏതുപോലെ നമ്മളൊരു കുളത്തിലേക്ക്, പുഴയിലേക്ക് ചൂണ്ടയിൽ ഇര കോർത്ത് എറിഞ്ഞു കൊടുക്കാറില്ലേ? ഇതിട്ട് കൊടുക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ട മീനെ, നിന്നോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, നീ ഒന്ന് കൊത്തി തിന്നോ എന്ന് പറഞ്ഞിട്ടാണോ ഈ ചെള്ളിയക്കോത്ത്, കൊഞ്ചനക്കോത്ത് നമ്മൾ പുഴയിലേക്ക് എറിയുന്നത്? അല്ല, ഒരു പരീക്ഷണമാണ്. കൊത്തിയാൽ കുടുങ്ങും, അതിന്റെ മട്ടത്തിലല്ലെങ്കിൽ. ഇതേ രീതിയിൽ പരീക്ഷണാർത്ഥമാണ് നമുക്ക് അല്ലാഹു സമ്പത്ത് തരുന്നതും തരാതിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അല്ലാഹു നമുക്ക് ഈ സമ്പത്ത് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരാൾക്ക് സമ്പാദിക്കുന്നതിനെ അല്ലാഹു വിലക്കിയിട്ടില്ല. എത്ര വേണമെങ്കിലും മുതലാളിത്തവും ഇസ്ലാമും യോജിക്കുന്ന ഒരു മേഖല അതാണ്. ഒരു മനുഷ്യന് സ്വകാര്യമായി സ്വത്ത് സമ്പാദിക്കുന്നതിന് ഒരു പരിമിതി ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടില്ല. അത് പ്രകൃതി വിരുദ്ധമായതുകൊണ്ട് എത്രയും വേണമെങ്കിൽ സമ്പാദിക്കാം. അതിനെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ദുനിയാവിൽ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കാൻ അല്ലാഹു നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫാ. തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? തൊഴിൽ ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യനെയാണ്. തൊഴിലാളികളുടെ നേതാവാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊഴിലാളികളെ ഇഷ്ടപ്പെടുന്ന യജമാനനാണ് നമ്മുടെ റബ്ബായ അല്ലാഹു. ജോലിക്ക് പോകുന്നവനോടാണ് അല്ലാഹുവിന് താല്പര്യം. എന്ന് പറഞ്ഞാൽ പണിയെടുത്ത് സമ്പാദിക്കാൻ അല്ലാഹു നമ്മളെ പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല മുത്തുനബി പറയുകയാണ്, മാ അക്കല അഹദുൻ ത്വആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈഹി.
ഒരാളും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ആഹാരം കഴിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭക്ഷണവും ആരും കഴിച്ചിട്ടില്ല. കാരണം ഫഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്ന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന യഅകുലു മിൻ അമലി യദൈഹി, തന്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് ആഹാരം കഴിക്കുന്ന മഹാനായിരുന്നു. എന്താ ദാവൂദ് നബി അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ കാരണം? ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. സുലൈമാൻ നബി ആരാ? ലോകത്തിന്റെ ഭരണാധികാരി. മകൻ ലോകം മുഴുവനും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ മകന്റെ പിതാവും പ്രവാചകനുമായ ദാവൂദ് നബി അലൈഹി സ്വലാം രാവിലെ കൊല്ലപ്പണിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതല്ലേ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. ഇരുമ്പിനോട് മല്ലിടുന്ന ജോലിയാണ്. അതുകൊണ്ട് കാർഷിക ആയുധങ്ങൾ, മറ്റു ഉപകരണങ്ങൾ ഇതെല്ലാം നിർമ്മിക്കുന്നു ആര്? ദാവൂദ് നബി അലൈഹി സ്വലാം. മകൻ ലോക രാജാവായ ഘട്ടത്തിൽ മകനെ അവലംബിച്ചുകൊണ്ട് ജീവിച്ചില്ല, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ആഹാരം കഴിച്ചു. അതുകൊണ്ട് തന്നെ തൊഴിലെടുക്കുക എന്നതിനെ ഒരു വലിയ പുണ്യകർമ്മമായും അഭിമാനമായുമാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഒരാൾക്ക് ജോലി ചെയ്ത് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് എല്ലാ തരത്തിലുള്ള തൊഴിലും നമ്മൾ പഠിക്കണം. ഇസ്ലാം മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കും. ഇപ്പൊ നോക്കൂ നിങ്ങൾ, സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അല്ലാഹു തആല സലാമത്തിലാക്കട്ടെ. കാരണം എന്താണെന്നൊരു, നിങ്ങൾ അവിടെയൊക്കെ ഉന്നത തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രയാസമില്ല. സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലുള്ള ചെറിയ കടകൾ വെച്ച് തട്ടിമുട്ടി പോകുന്ന ആളുകളാണ് ഇപ്പൊ അവിടുന്ന് കയറ്റിയേക്കപ്പെടുന്നത്. നമ്മളെ സമുദായത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ എന്താ നമ്മളെ പരിപാടി? ഒരു 17 വയസ്സായാൽ കരിക്കട്ടോണ്ട് മീശ വരയ്ക്കുക, എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പാസ്പോർട്ടിന് വേണ്ടി വയസ്സ് കൂട്ടിയെടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ വയസ്സ് കൂട്ടിയെടുത്തിട്ട് തൽക്കാലം ഇവിടുന്നാണ് കയറ്റി വിടുക. ഞാൻ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ആട്ടെ, 4-5 കൊല്ലം അങ്ങനെ നരകിച്ച് നടന്ന് പിന്നെ അവസാനം അവിടെ എവിടെയെങ്കിലും ഒരു ചായപ്പീടിയ തുടങ്ങി. അങ്ങനെയാണ് 90% കേരളീയ മുസ്ലിങ്ങളും വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നത്. അവരാണിപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നല്ല തൊഴിൽ സാധ്യത ഇപ്പോഴും ഗൾഫ് മേഖലയിലും. അതിനെന്ത് വേണം? ചെറുപ്പക്കാരൊക്കെ നല്ല സാങ്കേതിക വിദ്യ പഠിക്കണം, കൈത്തൊഴിലുകൾ പഠിക്കണം. ഇത് രണ്ടും പഠിച്ചവർക്ക് നല്ല ജോലിയുണ്ട് അവിടെ. അതിന് നമ്മൾ തൊഴിൽ പഠിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കൂല. അത് വാപ്പ വിസയക്കും എന്നിങ്ങനെ നിൽക്കുക. ചില ചെറുപ്പക്കാരെ കണ്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ തന്നെ പറയും, ഞാൻ പിന്നെ ഗൾഫ് പോകാൻ നിൽക്കുകയാണ്. അല്ലെ പോലെ അല്ല, ഞാൻ ഇപ്പോൾ പോകും, ഒക്കെ റെഡിയായി. റെഡിയായി, ഈ 2 പേപ്പർ കൂടിയും വന്നാൽ മതി. അതേതാ? ഒന്ന് പാസ്പോർട്ടും മറ്റൊന്ന് വിസയും, ബാക്കിയൊക്കെ ക്ലിയറാ. ഇത് 2 കിട്ടാം. ഓൻ തിരക്കൂട്ടാണ്. വെറും കയ്യോടെ പോയിട്ട് കാര്യമുണ്ടോ? അവിടെ ചെന്നാൽ തൊഴിൽ കിട്ടണമെങ്കിൽ നമ്മൾ നന്നായി പഠിക്കണം. അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള തൊഴിലിൽ അഭിരുചി അനുസരിച്ച് നമ്മൾ ഏർപ്പെടണം. ഒരു 3-4 ജാതി ജോലി എല്ലാവർക്കും അറിയണം. എന്നാൽ എവിടെ ചെന്നാലും കുടുങ്ങൂല, നല്ല പണി കിട്ടും. ദാവൂദ് നബി അലൈഹി സ്വലാം കണ്ടില്ല നിങ്ങൾ, കൊല്ലപ്പണി എടുത്തു. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റാത്ത പണിയൊന്നുമില്ല. ഈ വൈറ്റ് വാഷ് മാത്രമൊന്നുമല്ല നമ്മളെ സമുദായത്തിന് പറ്റിയത്. എല്ലാ തൊഴിലും നമുക്ക് പറ്റും. അതുകൊണ്ട് പരമാവധി ജോലികൾ പഠിച്ചു വെക്കണം. അതിൻ്റെ കൂടെ തൊഴിലെടുക്കാതെ ഒരു ദിവസം വെറുതെ നഷ്ടപ്പെടുത്തരുത്. തൊഴിലെടുക്കാത്തവനോട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെന്ന്. പണിക്ക് പോകാതിരിക്കുന്നു. അത് ഞാൻ പഠിച്ച പണി എന്നെ കിട്ടണമെന്ന് കാത്തുന്നാല് ചിലപ്പോൾ ഈ ദുന്യാവ് നിങ്ങൾക്ക് കിട്ടലുണ്ടാവില്ല. അള്ളൊന്ന് കണക്കാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ചത് തന്നെ കിട്ടണമെങ്കിലും എന്ത് വേണം? അതിന് വിളിക്കണമെങ്കിൽ ഇവൻ എന്തെങ്കിലും പണിക്ക് പോണവനാണോ എന്ന് തിരിയേണ്ട ജനങ്ങൾക്ക്. അപ്പം ആ കോഴ്സിന് എന്നെ ജോലി കിട്ടിയില്ലെങ്കിലും തൽക്കാലം കിട്ടിയതിന് കാരണം വെറുതെ ഒരു ദിവസം പോയാൽ പോയി. നമ്മളെ മൂലധനം നമ്മുടെ ആയുസ്സാണ്. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരും ഉത്സുകരാവണം, പണിയെടുക്കണം, തൊഴിൽ പഠിക്കണം. അങ്ങനെ യഥേഷ്ടം സമ്പാദിക്കാൻ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. മാത്രമല്ല അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ലാ ഹസദ ഇല്ലാ ഫിസ്നൈൻ. 2 കാര്യങ്ങളിലല്ലാതെ അസൂയ വെക്കാൻ പാടില്ല. ഹസദിന് 2 തരത്തിലുള്ള അർത്ഥമുണ്ട്. ഒന്ന്,
സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കിയ തൻ്റെ സഹോദരന് അള്ളാഹു കൊടുത്ത ഒരു നിഅമത്ത് നീങ്ങിക്കിട്ടാൻ ആഗ്രഹിക്കുക, അത് ഏതർത്ഥത്തിലും കടുത്ത ഹറാമാണ്. നമ്മളെ പുണ്യകർമ്മങ്ങളെ തീ വിറകിനെ നശിപ്പിക്കും പോലെ നശിപ്പിക്കുന്ന ദുശ്ചിന്തയാണത്. എനിക്ക് കിട്ടണമെന്നൊന്നുമില്ല, ഓൻ്റെ ആ കച്ചവടം ഒന്ന് പൊളിഞ്ഞു കണ്ടാൽ മതി, അത്രേ ആഗ്രഹമുള്ളൂ. അതാണ് ദുഷിച്ച ചിന്ത. പിന്നെ ഒരർത്ഥം ഹസദിനുള്ളത് ഗിബ്തത്ത് എന്ന് പറയുന്ന അർത്ഥമാണ്. എന്താ ഗിബ്തത്ത് എന്ന് പറഞ്ഞാൽ? ആ അനുഗ്രഹം അതുപോലെ എനിക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. അവൻ്റെത് പൊളിയൊന്നും വേണ്ട, എനിക്കും നല്ലൊരു കച്ചവടം ഉണ്ടാവേണ്ടി ഇനി ആഗ്രഹിക്കുക, മറ്റവൻ്റെ കച്ചവടം പൊളിയണ്ട. പക്ഷെ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കാൻ പറ്റിയത് രണ്ട് കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അതിൽ ഒന്നെന്താണ്? റജുലുൻ ആതാഹുല്ലാഹു മാലാ, ഒരു മനുഷ്യൻ, അയാൾക്ക് അള്ളാഹു ധാരാളം സമ്പത്ത് കൊടുത്തു. മാത്രമല്ല ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമ്പത്ത് മുഴുവനും അള്ളാഹ് പൊരുത്തപ്പെട്ട വഴിയിൽ ചെലവ് ചെയ്യാനുള്ള തൗഫീഖും നൽകിയാൽ അതുപോലെ ഞാനും ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കാം. അപ്പൊ ആഗ്രഹിക്കാൻ പറ്റിയൊരു സംഗതി സാമ്പത്തിക വർധനവാണ്. അത് തന്നെ ഏത് നിലക്ക്? നല്ല നിലക്ക് സമ്പാദിച്ച് നല്ല കാര്യത്തിന് ചെലവഴിക്കുക. രണ്ടാമത് വറജുലുൻ ആതാഹുല്ലാഹു ഇൽമാ, ഒരു മനുഷ്യൻ അള്ളാഹു അദ്ദേഹത്തിന് ധാരാളം നല്ല അറിവുകൾ നൽകി. ആ അറിവനുസരിച്ച് യഅമലു ബിഹി, അയാള് അമല് ചെയ്യുന്നു. വയുഅല്ലിമുഹുന്നാസ്, ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ ഞാനും എൻ്റെ കുട്ടികളൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആഗ്രഹിക്കാം. അങ്ങനത്തെ രണ്ട് സംഗതി. അല്ലാതെ ഒരുത്തൻ ഓട്ട മത്സരത്തിൽ ജയിച്ചു, അപ്പൊ ഒരു വാപ്പ എൻ്റെ കുട്ടി അങ്ങനെ ഒരു ഓട്ട മത്സരത്തിൽ ജയിച്ചില്ലെങ്കിൽ ആഗ്രഹിച്ചാലും കുറ്റമൊന്നുമല്ല, പക്ഷേ ആഗ്രഹിക്കാൻ പറ്റിയൊരു നല്ല കാര്യമൊന്നുമല്ല. നല്ല കാര്യമായി ഈ രണ്ടെണ്ണ നബിസ്വല്ലാസങ്ങൾ എടുത്തു പറഞ്ഞത്. അപ്പൊ അത്രയും പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാമിൽ സമ്പത്ത്. ആർക്കും എത്രയും സമ്പാദിക്കാം. എന്നാൽ ഇതര പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഇല്ലാത്ത ചില പെരുമാറ്റച്ചട്ടങ്ങൾ ഇവിടെ ഇസ്ലാം വെച്ചു. അതെന്താ? രണ്ട് ചാർട്ട്, ഒന്ന് ഹറാം, മറ്റൊന്ന് ഹലാൽ. സമ്പാദിക്കുന്നത് ഹലാലായ മാർഗത്തിലൂടെ ആവണം, ഹറാമായ വഴിക്ക് ആകരുത്. ഇങ്ങനെ ഒരു നിബന്ധന അള്ളാഹുവും റസൂലും മുന്നോട്ട് വെച്ചു. ആ ഹറാമായ മാർഗത്തിലൂടെയാണോ നമ്മളെ സമ്പാദ്യം വരുന്നതെങ്കിൽ നേരത്തെ അള്ളാഹു താക്കീത് ചെയ്ത ആ നരകത്തിലേക്കാണ് നമ്മളെ സമ്പത്ത് കൊണ്ടുപോകുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം ദുന്യാവിലും ആഖിറത്തിലും നമ്മുടെ സമ്പാദ്യം മോശപ്പെട്ടതിൽ നിന്നായിപ്പോയാൽ അത് വമ്പിച്ച അബദ്ധമാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ലഹമിൻ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമായ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു കോശം വളർന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരം നരകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മളെ ശരീരത്തിൽ കോശങ്ങൾ ഉണ്ടാകുന്നത്, മാംസം വളരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. തിന്നുന്നത് ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചത് ഉപയോഗിച്ചാണെങ്കിൽ അത് നരകത്തിന്റെ വറകായി നമ്മളെ ശരീരം മാറും. നമ്മൾ ഗൗരവത്തോടെ കാണണം. ഭാര്യമാർക്ക്, മക്കൾക്കൊക്കെ ആഹാരം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെ സമ്പാദിച്ചുകൊണ്ടാണ് നമ്മൾ ഭാര്യക്കും കുട്ടികൾക്കും തിന്നാൻ കൊടുക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് ഹറാം പറപ്പ് കാണും, നല്ല സ്വഭാവം വരൂല. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ടത് എന്താ എൻ്റെ കുട്ടി ഇങ്ങനെ തോന്നിവാസം ചെയ്യുന്നത്? ഞാൻ തിന്നാൻ കൊടുത്തത് ഹറാമാണെങ്കിൽ നരകത്തിന്റെ വറകാകേണ്ടവനാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഹറാമ് തിന്ന് വളരുന്നവന്റെ ജീവിതത്തിലൂടെ പ്രകടമാവുക. അതുകൊണ്ടാ പണ്ടുള്ളവര് ഹറാം പറഞ്ഞോ എന്ന് പറയുന്നത് എന്താ? തീറ്റിയിൽ ഹറാമ് കടന്നുകൂടിയാൽ അത് അങ്ങോളം ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ പഴയകാലത്തെ സലഫ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഉമ്മമാർ അവരെ ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോൾ അവരെ തടഞ്ഞു വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്താറുണ്ടത്രേ, നഹ്നു നസ്ബിറു അലൽ ജൂ',
ഞങ്ങൾ വിശപ്പ് വേണമെങ്കിൽ എത്രയും സഹിച്ചുകൊള്ളാം. വലാ നസ്ബിറു അലന്നാർ, നരകത്തിന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹറാമായതൊന്നും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുതേ എന്ന് ഉണർത്താൻ അന്നത്തെ ഉമ്മമാര് മുന്നോട്ട് വന്നിരുന്നു. ഇന്ന് ഹക്കും ബാത്തിലും നോക്കുന്നതിൽ ഉമ്മക്കുമില്ല, ബാപ്പക്കുമില്ല, മക്കൾക്കുമില്ല, ആർക്കുമില്ല ഒരു ജാഗ്രത. അത് വെറുതെ കിട്ടിയ സിമന്റും തിന്നുള്ള നിലപാടാണ്. നമുക്കങ്ങനല്ലേ? ആഹാരം കഴിക്കുമ്പോൾ ഇത് ഹലാലോ ഹറാമോ എന്ന് നോക്കാൻ കഴിയട്ടെ. ഒരുത്തൻ കടല വാങ്ങി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റൊരുത്തൻ ഇടട പിടിച്ചിങ്ങോട്ട് മറിക്കാണ് ആ കയ്യ ഒന്നായിട്ട്. ഇത് ഓന് പൊരുത്തണ്ടോ അല്ലേ? ആ നമുക്ക് കടല തന്നാ മതി. അങ്ങാടിയിൽ ഇങ്ങനെ വെള്ളം പറയടാ ഒരുത്തനോട്. ആ സാധു കീസയിലൊക്കെ ഇതിപ്പോ തൈല എല്ലാവർക്കും പറഞ്ഞാൻ പറ്റൂല. അങ്ങനെ ഓനെ നിർബന്ധിച്ച് കൂൾബാറിൽ കയറ്റിയിട്ട് വെള്ളം പറയിപ്പിക്കുക. ഇത് ഹലാലാവോ? ഇത് കഴിച്ച് നമ്മളെ ശരീരം വളർന്നാൽ എന്തായിരിക്കും നമ്മളെ സ്ഥിതി? നമ്മൾ അറിയണം. നമ്മളെ പൂർവീകരായ മഹാന്മാരായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കേരളത്തിലേക്ക് കാലുകുത്തിയ ദിവസം ഇളനീര് വെട്ടിക്കൊടുത്തപ്പോൾ അവരാദ്യം ചോദിച്ചത് ഇത് ഹലാലോ ഹറാമോ? തൃപ്തിയോടെ തരുന്നതാണോ അല്ലെങ്കിൽ ആരുടേതെങ്കിലും വെട്ടിപ്പറിച്ച് കൊണ്ടുവന്നതാണോ എന്നാ. നമുക്ക് അങ്ങനെ വല്ല ചിന്തയും ചോദ്യപ്പുണ്ടോ? ഇപ്പൊ എന്ത് കിട്ടിയാലും പള്ളയിലെത്തിയതിന് ശേഷം ആലോചിക്കാത്തതാണ്. അതാണെങ്കിൽ അപ്പൊ ഹറാമല്ല നമ്മൾ സമ്പാദിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇനി സമ്പാദ്യം ഹറാമായി പോയാൽ ഒന്നാമത്തെ കെടുതി നമ്മൾ പറഞ്ഞു, നമ്മളെ ശരീരം നരകത്തിന്റെ വിറകായി മാറേണ്ടി വരും. ഇനി ഹറാമ് തിന്നുന്നവന്റെ ദുരന്തം എന്താണ്? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യനതാ അദ്ദേഹം ശരീരത്തിൽ മുഴുവനും പൊടി പുരണ്ടു, മുടിയെല്ലാം ജട പിടിച്ചു, കൈകൾ മേലോട്ടുയർത്തി വിളിക്കുന്നു, യാ റബ്ബി യാ റബ്ബി, എൻ്റെ റബ്ബേ റബ്ബേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. മുത്തുനബി പറയുകയാണ്, മത്അമുഹു ഹറാം, അയാൾ കഴിക്കുന്ന ഭക്ഷണം നിഷിദ്ധമായതാണ്. വമൽബസുഹു ഹറാം, ധരിക്കുന്ന ഉടയാടകൾ നിഷിദ്ധമായതാണ്. അതുപോലെ വഉദിയ ബിൽ ഹറാം, ഹറാം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം കുട്ടിക്കാലം മുതൽക്ക് വളർന്നു വലുതായിട്ടുള്ളത്. അന്നാ യുസ്തജാബു ലിദാലിക, അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കപ്പെടാനാണ്? നോക്കൂ നിങ്ങൾ, ഹറാമു തിന്ന മനുഷ്യൻ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. നമ്മൾ വീട് നിർമ്മിച്ചത് ഏതെങ്കിലും ഒരു അറബിയെ യത്തീംഖാനയിലേക്ക് ചേർത്തി വന്നുകൊണ്ടാണോ? അല്ലെങ്കിൽ മുതലാളിയെ അവൻ അറിയാതെ ദിവസവും 10ഉം 100ഉം റിയാലുകൾ വലിച്ചുകൊണ്ടാണോ? അങ്ങനെ എത്ര പെട്ടെന്ന് ആ വീട് നിർമ്മിച്ചത്? അറിയുക, ആ വീട്ടിൽ വെച്ച് നിങ്ങളെ ഭാര്യയും മക്കളും നിസ്കരിക്കുന്ന ഒരൊറ്റ നിസ്കാരത്തിന് അല്ലാഹുവിന്റെ കോടതിയിൽ കൂലിയുണ്ടാവില്ല. ഹറാമായ പണം ഉപയോഗിച്ച് വീട് നിർമ്മിച്ചാൽ ആ വീട്ടിലെ ഖുർആനോത്തിന് സവാബില്ല, ആ വീട്ടിലെ സ്വതക്കക്ക് സവാബില്ല, ആ വീട്ടിൽ വെച്ചുള്ള പുണ്യകർമ്മങ്ങൾ സ്വീകാര്യമല്ല. ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഹലാൽ ഹറാം എന്ന് 2 ചാർട്ട് വെച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് സമ്പാദിക്കാം, ഹറാമിൽ നിന്ന് അത് ഒരിക്കലും ആയിപ്പോകരുത്, ഹലാലിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തണം. നിഷിദ്ധമായ സമ്പാദ്യങ്ങളിൽ ഏതാനും ചിലത് ഞാൻ സൂചനക്ക് വേണ്ടി പറയാം. ഒന്ന്, നമ്മളെ നാട്ടും പുറത്ത് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ലോട്ടറി. പണ്ടൊന്നും പെണ്ണുങ്ങളെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഓല് എടുക്കല്ലേ. ഇപ്പൊ കൊണ്ടോട്ടിന്നൊക്കെ നമ്മൾ കാണുകയാണ്, ലോട്ടറി വിൽപ്പനക്കാര് പെണ്ണുങ്ങളെടുത്തിയെന്ന് ഒന്നും എടുത്തോളില്ലാത്ത എപ്പാ കിട്ടാന്ന് അറിയാൻ പറ്റൂലല്ലോ. ഇങ്ങനെയായിട്ട് പറയുമ്പം വരിയായിരിക്കും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഒന്ന് എടുക്കാതെ വെക്കുക. പോലും പറത്തന്റെ ഈശേന്ന് 20 ഉറുപ്പ്യ എടുത്ത് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുകയാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന കാക്ക മഹല്ലുകാരനത്, അദ്ദേഹം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ടൗസർ ഇങ്ങോട്ട് പൊന്തിക്കുക, എന്നിട്ട് കീശേന്ന് ഒരു കടലാസ് എടുത്തിട്ട് ടിക്കറ്റ് പീഡിയന്റെ അടുത്ത് വരും, അടിച്ചു നോക്കിയാന്ന് പെരടിക്ക അടി കൊടുക്കേണ്ടത്. നിസ്കരിച്ച് ഇറങ്ങുകയാണ്, എന്നിട്ട് ഞാൻ അടിച്ചിണോ നോക്കുകയാണ് ഇത് ലോട്ടറി. നിങ്ങൾ ആലോചിക്കണം,
ഇസ്ലാം എന്തുകൊണ്ട് ഈ ഇടപാടിനെ എതിർക്കുന്നു? ഇത് മനുഷ്യനെ തൊഴിൽ രംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കുന്നു. നിർമ്മാണാത്മകമായ മാർഗത്തിലൂടെ സമ്പത്ത് വികസിപ്പിക്കുന്നതിൽ നിന്ന് അവനെ പിന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു മായാ ലോകത്തേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി അവനെ നിഷ്ക്രിയനാക്കി മാറ്റുന്നു. ഇത് ചൂതാട്ടമാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ മാത്രം ലോട്ടറിയുടെ പേരിൽ സമ്പാദ്യം മുഴുവനും തുലച്ച് കുടുംബത്തോടൊപ്പം കൂട്ടമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നവർ എത്രയാണ് നിങ്ങൾക്കറിയോ? ഭീകരമാണ് ആ കണക്കുകൾ. യഥാർത്ഥത്തിൽ സമ്പാദിച്ച് അല്പാൽപമായി ശേഖരിച്ചു വെച്ച് അത് ഉപയോഗിച്ച് വ്യവസായങ്ങളോ കൃഷിയോ ഇടപാടുകളോ നടത്തി സമ്പത്ത് വികസിപ്പിക്കണം. ഇതിന് പകരം തൊഴിലിന് പോകുന്നു. കിട്ടുന്ന സമ്പത്തിൽ നിന്ന് നല്ലൊരു വിഹിതം, ചില ആളുകൾ കിട്ടുന്നതിനേക്കാൾ ഏറെ വാങ്ങുന്ന എന്തിനാ? ലോട്ടറി ടിക്കറ്റ് എടുക്കാനാണ്. രാവിലൊക്കെ നിങ്ങൾ പോയി നോക്കണം, ചില കടയുടെ മുന്നിലുള്ള തിരക്ക്, ലോട്ടറി കടകളുടെ മുന്നിലുള്ള തിരക്ക് എത്രയാണെന്നറിയോ? ഇവര് 500 രൂപക്ക് ജോലി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 600 റുപ്യന്റെ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ. അങ്ങനെ എടുത്ത് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുക. കാരണം പത്രം നോക്കുമ്പോ മലപ്പുറത്ത് അടിച്ച്, മലപ്പുറം ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, ഏതായാലും അടുത്ത് ഇവിടെ ആയിരിക്കും. ആ പ്രതീക്ഷയെ വീണ്ടും എടുക്കുകയാണ്. കിട്ടാത്ത ലക്ഷക്കണക്കിന് ആളുകളുടെ പത്രത്തിൽ വരൂല, കിട്ടിയവന്റെ മാത്രമേ വരൂ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം സംഭവിക്കുന്നത് എന്താണ്? അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആയുസ് 10-60 കഴിഞ്ഞുപോയി. ഇപ്പോഴും ചോർന്നൊലിക്കുന്ന കുടിലാണുള്ളത്. പുരനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ ഒരു ഭാരമായി അവശേഷിക്കുന്നു. മല പോലെ കുമിഞ്ഞുകൂടിയ കടങ്ങൾ മറുഭാഗത്ത് ഭീഷണിയായി നിൽക്കുന്നു. അവശേഷിക്കുന്ന ആയുസ് വെച്ച് കണക്ക് കൂട്ടുകയാണ്. ഈ വാർദ്ധക്യത്തിന്റെ നേരത്തുള്ള ചെറിയ ആയുസ് ഉപയോഗിച്ച് ഈ വീടിന്റെ പുനർനിർമ്മാണം നടത്താനും എൻ്റെ മക്കളെ കെട്ടിച്ചയക്കാനും ഈ വീട് നന്നാക്കാനും കടം വീട്ടാനും ഒക്കെ എനിക്ക് സാധിക്കുമോ? അവസാനം നിരാശ മാത്രം ബാക്കിയാകുന്നു. സമ്പാദ്യം മുഴുവനും ഈ പീറക്കടലാസ് വാങ്ങാൻ വേണ്ടി ദുരുപയോഗം ചെയ്ത ഹതഭാഗ്യൻ അവസാനം ചിന്തിക്കുന്നത്, ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞാൻ മാത്രം നാട് വിട്ടത് കൊണ്ടോ മരിച്ചു പോയത് കൊണ്ടോ കാര്യമില്ല, എൻ്റെ കുടുംബത്തെയും കൂടി കൂട്ടിയിട്ട് വേണം അത് ചെയ്യാനെന്ന് ചിന്തിച്ച് കുടുംബത്തോടെ ഈ മലയാളി കൂട്ട ആത്മഹത്യക്ക് വേണ്ടി അതാ പുറപ്പെടുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ ചൂതാട്ടത്തിന് നമുക്ക് പ്രോത്സാഹനം കൊടുത്തുകൂടാ. ഇത് നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് അംഗീകരിച്ച ചൂതാട്ടമാണ്. അതുകൊണ്ട് അത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് ചെറുപ്പക്കാരന്റെ ക്രിയശേഷിയെ നശിപ്പിക്കുന്ന ഏർപ്പാടാണ്. സ്വപ്ന ലോകത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി പെട്ടെന്ന് പണക്കാരനാകുമെന്ന മോഹവലയത്തിൽ അവനെ തളച്ചിടാനുള്ള ഏർപ്പാടാണ്. ഇത് ഇസ്ലാം കഠിനമായി നിരോധിക്കുന്നു. രണ്ടാമത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അങ്ങനെ ഒരു പൈസ നമുക്ക് കിട്ടിയെന്ന് വെക്കുക, നമ്മളെ മനസാക്ഷി എന്താ പറയുന്നത്? അത് ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് ധാർമ്മികമായി നമുക്കുണ്ടാവും. ഈ ടിക്കറ്റ് എടുക്കുന്ന ആൾ സ്വന്തം മനസ്സിനോട് ചോദിക്കും, ഓരോ ദിവസവും പത്രത്തിൽ നിങ്ങൾ നോക്കുന്നില്ലേ, എനിക്ക് അടിച്ചിട്ടുണ്ടോ, ഒരു നമ്പറാ മാറി, ബേജാറത്രയെന്ന ഒരു നമ്പറാണ് പോയിപ്പോയടാ. അങ്ങനെ എത്ര ലക്ഷം ആൾക്കാർ നോക്കിയിട്ട് അയ്യടാന്ന് പറഞ്ഞിട്ടുള്ള പൈസ ഇതെന്നറിയോ നിങ്ങൾ? അപ്പൊ ആയിരക്കണക്കിന് ആളുകളുടെ കരള് മാന്തി തിന്നുന്നതിന് സമാനമാണ് ലോട്ടറി ടിക്കറ്റിലൂടെ കിട്ടുന്ന നക്കാപ്പിച്ച. അതുകൊണ്ട് മാന്യതയുള്ളവർ നടത്തേണ്ട ഏർപ്പാടല്ല ഇത്. ഈ കിട്ടുന്ന സമ്പത്തിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ചൂതാട്ടത്തിലൂടെ കിട്ടുന്ന വരുമാനം അത് മാലിന്യമാണ്, അത് പൈശാചികമാണ്. ഇതിനേക്കാൾ ഇനിയിപ്പോ എന്താ അതിനെപ്പറ്റി പറയാ? മാലിന്യം, ശവം തിന്നുക അല്ലേ, വിസർജ്യ വസ്തുക്കളെ തിന്നുക, ഇതാർക്കെങ്കിലും മനസ്സിനിണങ്ങോ? അതുപോലെയാണ് ഇതിലൂടെ കിട്ടുന്ന വരുമാനം. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ട വിഷയമാണ്. വരവും ചെലവും അവിടെ അവതരിപ്പിക്കണം. നമ്മളെ സംഘടനയിലും പള്ളി കമ്മിറ്റിയിലും മാത്രം പോരാ, ആഖിറത്തിൽ ഇത് വേണം. അതുകൊണ്ട് തന്നെ നല്ല ഓഡിറ്റർമാരാണ് അവിടെ വരിക. അവിടെ വരുന്നതൊക്കെ മലായിക്കത്താണ്. യാതൊരു കൃത്യമോ ഉണ്ടാവില്ല, ഒന്നും വിട്ടുപോകൂല.
അവരെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മൾ കണക്കവതരിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് സമ്പാദ്യത്തിൽ ഇത്തരം നിഷിദ്ധമായത് ഒന്നുമില്ല എന്ന് ഉറപ്പാക്കണം. രണ്ടാമതായി നമ്മളെ നാട്ടുമ്പുറങ്ങളിൽ നടക്കുന്ന മറ്റൊരു ഇടപാടാണ് വിളിക്കുറി. പഴയ കാലത്ത് നമ്മളെ ഉമ്മമാർ വരെ കുറി നടത്തിയിരുന്നു. അത് ഹലാലായ ഒരു തരം കുറിയായി. അതെന്താ, 1000 റുപ്യ അന്നൊക്കെ ഒന്നിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് നിധി കിട്ടിയ മാതിരിയാണ്. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? 20 ആളുകൾ 50 രൂപ വീതം വെച്ചിട്ട് 1000 റുപ്യന്റെ കുറി ഉണ്ടാവും. അങ്ങനെ കുറി നടത്തുന്ന ആൾക്ക് എന്ത് ചെയ്യും? ഒന്നാമത്തെ കുറി അയാൾക്കാട് കൊടുക്കും. വേറെ അയാൾക്ക് വരുമാനമൊന്നും ലാഭമൊന്നും കൊടുക്കലില്ല. ആദ്യത്തെ കുറി നറുക്കില്ലാതെ നടത്തുന്നവനെടുക്കാം. അതാപ്പ ആ കുറിന്റെ ആകെ അന്നത്തെ ഒരു മെച്ചം. ഇനിയിപ്പോ അങ്ങനെ നടത്തുന്ന ആൾക്ക് ഇതൊക്കെ വാങ്ങാനും കൊടുക്കാനും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള നിലക്ക് എല്ലാവരുടെയും സമ്മതിച്ചുകൊണ്ട് ഒരു 100 റുപ്യ വീതം ഓരോരുത്തരും കൊടുക്കാന്ന് വെച്ചാൽ അത് തെറ്റുമാവില്ല. ഏതായിരുന്നാലും അങ്ങനെ നടത്തുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു. അതിന്ന് അപ്രത്യക്ഷമായി. കാരണം അത് സഹകരണമാണ്. ഇപ്പൊ ചൂഷണത്തിന്റെ കാലമായതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പം വിളിക്കുറി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കുറിയുണ്ട്. ഈ കുറിയിൽ ഒരു പ്രദേശത്ത് 25 കച്ചവടക്കാരുണ്ടെങ്കിൽ, ഉദാഹരണം പറയാം, ഓരോ കച്ചവടക്കാരനും അവരതാ ഒരു 2000 റുപ്യ വീതം വെക്കുക, അല്ലെങ്കിൽ 2500 അല്ലെങ്കിൽ 3000 സംഖ്യ വെക്കും. അങ്ങനെ മാസം പൂർത്തിയാകുമ്പം പഴയ കാലത്ത് നറുക്കിട്ട് കിട്ടുന്നവർക്ക് കൊടുക്കുക ഒന്നായിട്ട് എന്നതിന് പകരം അത്യാവശ്യക്കാരന് വിളിച്ചെടുക്കാം എന്നാണ് നിബന്ധന. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഒരാളിങ്ങനെ ചിന്തിക്കാൻ, എൻ്റെ മകളെ കല്യാണം വരുന്നുണ്ടല്ലോ, ഇപ്പൊ പൈസ കിട്ടിയാൽ തിരക്കടില്ല. അപ്പൊ 1 ലക്ഷത്തിന്റെ കുറിയാണെന്ന് സങ്കല്പിക്കുക. അത് ആർക്കാ കൊടുക്കുക? ആ 1 ലക്ഷത്തിൽ നിന്ന് താഴോട്ട് എത്ര കുറഞ്ഞ് ആര് വിളിക്കുന്നുവോ, കുറച്ച് വിളിക്കുന്നവനാ കൊടുക്കുക. അപ്പൊ മകളെ കെട്ടിക്കാനുള്ള ഒരാൾ ചിന്തിക്കാണ്, എനിക്ക് ആ കാശ് കിട്ടിയാൽ തിരക്കടില്ല, ഞാൻ 90,000 ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ 10 ഞാൻ വിട്ടു, 90,000 കിട്ടിയാൽ മതി. അപ്പൊ അതിനേക്കാൾ തിരക്കുള്ള ഒരാൾ, അയാൾ പറഞ്ഞ, എൻ്റെ മോളെ കല്യാണം വരുന്നല്ലേ, എൻ്റെ മകളെ കല്യാണം കഴിഞ്ഞ് ഞാൻ കെട്ടിച്ചു വിട്ടിട്ട് അന്ന് കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല, ഓളെ പണ്ട് തിരിച്ച് പൊരേ കൊണ്ടാക്കി, എന്തെങ്കിലും ഒന്നും കൊടുക്കാതെ ഓളെ തിരിച്ചു കൊണ്ടുപോകില്ല. അതുകൊണ്ട് 80,000 ആണെങ്കിൽ 80,000 കുറി എനിക്ക് വേണം. അപ്പൊ മൂന്നാമത്തവൻ, അത്രല്ലേ സംഭവിച്ചിട്ടുള്ളൂ, എന്നാലേ എൻ്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ബാങ്കിൽ പണയം വെച്ചിട്ടാണ്, അപ്പൊ അവിടുന്ന് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിവൃത്തിയില്ല, എന്തെങ്കിലും ഒന്ന് ബാങ്കിൽ അടക്കാൻ ഞാനും കുട്ടികളും നാളെ മുറ്റത്തിറങ്ങേണ്ടി വരും, റോട്ടുമൽക്ക് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് 70,000 ഞാൻ എടുത്തോളാം. അങ്ങനെ കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രനും അത്യാവശ്യക്കാരനും ഇറക്കി വിളിച്ച്, ചിലപ്പം 1 ലക്ഷത്തിന്റെ കുറി 50,000 ആയിരിക്കും അത്യാവശ്യക്കാരൻ വിളിച്ചെടുക്കും. അങ്ങനെ ഇറക്കി വിളിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ സന്തോഷം കൂടി വരിക. എന്താ കാരണം? താഴോട്ട് ഇറങ്ങും തോറും ബാക്കി വരുന്ന തുക ബാക്കി കഴുകന്മാർക്ക് എല്ലാവർക്കും വെട്ടി വിഴുങ്ങാം. ആരെ പണമാണിത്? തങ്ങളുടെ നാട്ടിൽപ്പെട്ട കൂട്ടത്തിലെ ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യന്റെ 1 ലക്ഷം രൂപയിൽ നിന്നാണ് ഈ 40,000-ഉം 50,000-ഉം ഓഹരി വെച്ചെടുക്കുന്നത്. ഒരു മതത്തിലും വിശ്വാസമില്ലെങ്കിലും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ മനസ്സാക്ഷിയില്ലേ? നിങ്ങളെ മനസ്സ് എന്തു പറയുന്നു? ഈ പാവപ്പെട്ട മനുഷ്യന്റെ 1 ലക്ഷം രൂപയിൽ നിന്ന് ഈ പങ്ക് നമുക്ക് എടുത്തു ഉപയോഗിക്കാൻ നിങ്ങളെ മനസ്സ് സമ്മതിക്കുന്നുണ്ടോ? ഇത് ആ മനുഷ്യന്റെ കരൾ പച്ചയായി മാന്തിപ്പറിച്ച് തിന്നുന്നതിന് സമാനമല്ലേ? അതുകൊണ്ട് ഈ തരത്തിൽ നമ്മളെ നാട്ടിൽ വളർന്നു വരുന്ന ഹക്കും ബാത്തിലും ചിന്തിക്കാതെ എന്ത് കുറിയിടപാട് പറഞ്ഞാലും എന്ത് ഇടപാടുമായി ആര് വന്നാലും അതിലൊക്കെ അംഗങ്ങളായി വ്യാമോഹത്തോടെ വലിയ തുക കിട്ടുമെന്ന് വിചാരിച്ച് ഏർപ്പെട്ടു പോകുന്നവരെ, ഇത്തരം ഇടപാടുകളെ കുറിച്ച് നിങ്ങൾ നന്നായി ചിന്തിക്കണം. ചിന്തിക്കാതെ ചെന്ന് ചാടരുത്. ഹറാമായ സമ്പാദ്യം നമ്മുടെ സമ്പത്തിലേക്ക് വന്നുപോയാൽ തീർച്ചയായും അത് വലിയ ദുരന്തത്തിലാണ് കലാശിക്കുക. മൂന്നാമതായി ബാങ്ക് പലിശ. അതിന്നും ഒരു തെറ്റല്ലാതെയായിരിക്കും നമ്മളെ സമൂഹത്തിൽ. കാരണം അത്രയും വ്യാപകമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞതുപോലെ പലിശയില്ലാത്ത ഒരുത്തനെ കാണാൻ കഴിയില്ല, അതിന്റെ പുകയെങ്കിലും ശ്വസിച്ചിരിക്കുമെന്ന് പറയുന്ന അവസ്ഥയിലാണ്. പണ്ടൊക്കെ കയ്യിൽ നിസ്കാര തസ്ബീഹ് മാലിയായിട്ട് ഇരിക്കുന്ന ഉമ്മമാര്, അവരൊക്കെ ഇപ്പൊ ആഴ്ചയിലും അവരെ പ്രധാന ചുമതല എന്താ? അവർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ വേണ്ടി വാങ്ങിയ പലിശപ്പണം കൊടുക്കലാണ്. അതാരാ? പലതരത്തിലുള്ള പലിശക്കാരുണ്ട്. നമ്മുടെ തമിഴ്നാട്ടുകാരായ സുഹൃത്തുക്കൾ ഈ പരിസരത്തൊക്കെ വന്ന് ടെൻ്റ് അടിച്ച് താമസിക്കുന്നുണ്ട്.
അവര് വീട്ടിൽ വന്ന് ചോദിക്കാണ്, തരാം 10,000, 20,000, 50,000 ഒക്കെ തരാം, ആഴ്ചയിൽ ഞങ്ങൾ വരും, ഇത്ര പലിശ സഹിതം തിരിച്ചടച്ചാൽ മതി. അങ്ങനെ നിസ്കരിച്ചിരിക്കുന്ന ഉമ്മാമന്റെ കയ്യിലാണിത് കൊടുക്കുക ചിലപ്പോൾ. അങ്ങനെ ആ ഉമ്മ ഈ അണ്ണാച്ചികൾക്ക് ആഴ്ച തോറും കൊടുക്കുന്നത് പലിശപ്പണമാണ്. ഉമ്മമാരെ, നിങ്ങൾ ഏറ്റെടുക്കരുത് കേട്ടോ, അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഈ പലിശക്കാരൻ നമ്മുടെ വീട്ടിലേക്ക് കയറി ഇറങ്ങുന്ന ദുസ്ഥിതി ഉണ്ടായാൽ അത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീടിനും സമുദായത്തിനും നാണക്കേടാണ്. അതിനാൽ ഇത്തരത്തിലുള്ള ഇടപാടുകളിൽ നമ്മൾ പെട്ടുപോകരുത്. എന്നാൽ ബാങ്കിലൊക്കെ കൊണ്ടുപോയി പണയം വെക്കുന്നതിന് ആർക്കൊരു പ്രയാസമില്ല കേട്ടോ. ഒരു പള്ള കാണാൻ പോണ ചടങ്ങ, അതിന് പൈസ ഉണ്ടാക്കണം, എന്താ അത് സാരല്ല, എൻ്റെ വള ഞാൻ അവിടെ കൊണ്ടുവച്ച. എല്ലാ പെണ്ണുങ്ങളോടും ചോദിച്ചു നോക്കിയാൽ ഓൾ ഒരു വളയോ കമ്മലോ മാല് അത് ബാങ്കിൽ പണയം വെക്കാത്തതില്ല. ഇത് പലിശ ഇടപാടല്ലേ, അതിന് കാശ് കൊടുക്കണ്ട, പലിശ കൊടുക്കണ്ടേ നമ്മൾ? ആ ഇടപാട് തന്നെ പലിശാധിഷ്ഠിതമല്ലേ? അള്ളാഹു ഇത്ര ഗൗരവത്തോടെ യുദ്ധം പ്രഖ്യാപിച്ച മറ്റൊരു വിഷയമില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനദ്ദിബാ ഇൻ കുൻതും മുഅ്മിനീൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, ഈമാൻ ഉള്ളവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണം. വദറൂ മാ ബഖിയ മിനദ്ദിബാ, പലിശയിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ഇനി നിങ്ങളത് ഉപേക്ഷിക്കണം, അത് വാങ്ങരുത്. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, പലിശ ഇടപാടിലൂടെ നമ്മൾ അറിയാതെ നടത്തിപ്പോയ ഇടപാടാ. ആ ഇനത്തിൽ എന്തെങ്കിലും ഒരാളിൽ നിന്നോ ബാങ്കിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. ഞാൻ വാങ്ങിയില്ല, വേറെ ആരെങ്കിലും വാങ്ങി, അങ്ങനെ ആക്കൂല ഇങ്ങനെ ആക്കൂല, നിങ്ങളിതല്ല, ബേജാറാകണ്ട, നിങ്ങളത് ഒഴിവാക്കുക, വേണ്ട. പിന്നെ അല്ലാഹു പറയുന്നു, ഫഇല്ലം തഫ്അലൂ, ഇനി നിങ്ങൾ അതിന് തയ്യാറല്ല, നിങ്ങൾ പലിശ ഇടപാടുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവും അവന്റെ ദൂതരും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, തയ്യാറെടുക്കുക. അല്ലാഹുവോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ, മുത്തുനബിയോട് യുദ്ധം വെട്ടി വിജയിക്കാൻ ആർക്ക് സാധിക്കും? ഇത്ര ഗൗരവത്തോടെ അല്ലാഹു പറഞ്ഞ വിഷയം മറ്റൊന്നുള്ളത്, അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ നിസ്സാരപ്പെടുത്തുന്നവരോടാണ് യുദ്ധം പ്രഖ്യാപിച്ചത്. ഇനി ഞാൻ പറയുന്നു, ഇതേ രീതിയിൽ തന്നെ ഇന്ന് നിങ്ങൾ നോക്കണം, നമ്മളെ വീടുകളെല്ലാം, അധിക വീടുകളും നിർമ്മിക്കുമ്പോൾ പലിശയിൽ അധിഷ്ഠിതമായാണ് വീട് നിർമ്മിക്കുന്നത്. നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്ന തരത്തിലല്ല തറകെട്ടുന്നത്, വരുമാനത്തിനനുസരിച്ചല്ല വീടിനെ കുറിച്ച് നമ്മൾ കണക്കുന്നത്. ആ വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തിന്റെ ആധാരം പണയപ്പെടുത്തി വീട് നിർമ്മിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. കാണുന്നവനെന്താ, അവന് നല്ല കുണം കൂടിയാണ്, ഇപ്പൊ അതാ വലിയ പൊരൊക്കെ ഉണ്ടാക്കിയല്ലോ. അത് 2 കൊല്ലം കഴിയുമ്പോ വിവരറിയും, ചെണ്ടയും മുട്ടി ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വരും, പിന്നെ ജപ്തി നോട്ടീസുമായിട്ടാണ് വരുന്നത്. ഇപ്പൊ എന്താ ഉണ്ടായത്? സ്വന്തമായ അവന്റെ പേരിലുണ്ടായിരുന്ന 5 സെന്റ് പുരയിടം പോലും അവന് നഷ്ടപ്പെടുന്ന ദുര്യോഗത്തിലാണ് അവൻ ചെന്നുപെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം, അത്തരം നിഷിദ്ധമായ മാർഗത്തിലൂടെ വീട് നിർമ്മിച്ചാൽ ആ വീട്ടിലുള്ള ഇബാദത്ത് പോലും അത് കൂലി കിട്ടാതെയായി പോകുമോ, നമ്മൾ പേടിക്കപ്പെടേണ്ട സ്ഥിതിയാണ്. അതിനാൽ ഈ ഇടപാടിൽ നമ്മൾ പൂർണ്ണമായി മാറുക. ഇതുപോലെ ഇനി നടക്കുന്ന ഒരുപാട് നിഷിദ്ധമായ ഇടപാടുകൾ ഞാൻ പരത്തി പറയുന്നില്ല. ഇപ്പം റോഡ് സൈഡുകളിലൊക്കെ ബിസിനസ് നടത്തുന്നവരുണ്ട്, വഴി വാണിഭക്കാർ. ഇവർ ചിലപ്പോൾ 2ഉം 3ഉം ഒക്കെ ആളുകൾ ഉണ്ടാവും. ഇവരെന്തു ചെയ്യും? ഒരാൾ കച്ചവടക്കാരനായി നിൽക്കും, ബാക്കി 2 ആള് ഉപഭോക്താക്കളായി അഭിനയിക്കും. എന്നിട്ട് ഒരുത്തം വന്നിട്ട് വാച്ചിയായിരിക്കും ചിലപ്പോൾ വെക്കുന്നത്. വാച്ചിന് വില പറയാണ്. എന്താ വില? 250 റുപ്യന്റെ വാച്ച്. പക്ഷെ ഇവന്റെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാൾ ചോദിക്കും, ഇത് 1000 റുപ്യക്ക് തരുമെന്ന്. അപ്പോൾ തന്നെ പറയും 1000 റുപ്യ കൊടുക്കൂല. എന്നാല് ഒരു 250 ആലോചിക്കാന്ന്. അതെന്തിനാന്ന് നിങ്ങൾ അവിടെ നോക്കിക്കണം, വേറെ കുറെ ആൾക്കാരുണ്ട് ഓല പറ്റിക്കാരാ. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് അത് 1000 ഒക്കെ വില ഉള്ളതല്ല, നമുക്ക് 750 കിട്ടിയാൽ ലാഭമാണ് എന്ന് കരുതി 250 വാച്ച് ഇവനെ കൊണ്ട് 750 എടുപ്പിക്കാൻ വേണ്ടി ഇവന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ കുതന്ത്രം. ഇങ്ങനെ ഉണ്ടല്ലോ വലിയ വളവന്മാരായിട്ട് കച്ചവടം നടത്തുന്നവർ. അള്ളാഹിന്റെ ഹബീബ് പറയുകയാണ്, നഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൻ നജ്സി, മറ്റുള്ളവനെ പറ്റിക്കാൻ
സാധനങ്ങളെ വില കൂട്ടി പറയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇടപാട് നടത്തി വഞ്ചനയിലൂടെ മറ്റുള്ളവനെ കബളിപ്പിച്ച് സാധനം വിറ്റാൽ അത് ലാഭമായി നമ്മൾ കാണണ്ട. അത് മതം വിരോധിച്ചിട്ടുള്ള ഇടപാടാണ്. ഇതുപോലെ അച്ചാരം വാങ്ങുന്ന തുക മടക്കി കൊടുക്കാതെ ഇടപാട് നടത്തുന്നത് ഇന്ന് വ്യാപകമാണ്. 10 സെന്റ് സ്ഥലം കച്ചവടാക്കി, സെന്റിന് 1 ലക്ഷം. അങ്ങനെ 10 ലക്ഷം റുപ്യ കൊടുക്കണം. അഡ്വാൻസ് അച്ചാരം എന്ന് പറഞ്ഞ് 10,000 റുപ്യ കൊടുക്കും. ഇനി അവർ കരാർ എഴുതി 3 മാസത്തിന്റെ ഉള്ളിൽ പൈസ അടക്കണം. അടച്ചാൽ ഈ 10,000 ഈ 10 ലക്ഷത്തിൽ ഉൾപ്പെടും. ഇനി അടച്ചില്ല, ഇവൻ കച്ചവടത്തിൽ നിന്ന് പിന്തിരിയാണെങ്കിലോ ഈ അച്ചാരത്തുകയായ 10,000 തിരിച്ചു തരൂല. ഈ നിബന്ധനയോടെ കച്ചവടം നടത്തിയാൽ ആ കച്ചവടം തന്നെ സ്വഹിയാവുകയില്ല. റസൂലുള്ളാഹി തങ്ങളുടെ നിർദ്ദേശം എന്താണ്? നഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ബൈഇൽ ഖുർബാൻ, അച്ചാരം മടക്കി കൊടുക്കുകയില്ല എന്ന നിബന്ധന വെച്ച് നടത്തുന്ന കച്ചവടത്തെ അള്ളാന്റെ റസൂല് നിരോധിച്ചിരിക്കുന്നു. പാടില്ലാത്ത ഇടപാടാണ്. വേറെയും ധാരാളമുണ്ട്. ആടിനെ പോറ്റുന്നവരുണ്ടാകും, മൃഗങ്ങളെ പോറ്റുന്നവരുണ്ടാകും. ഇവരൊക്കെ ചന്തയിൽ കൊണ്ടുപോയി മഞ്ചേരിയിൽ ഈ പശുവിനെ വിൽറ്റാൽ നല്ല വില കിട്ടും. അതിനുവേണ്ടി കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യാം? ഒരു 3 ദിവസം ചെറിയൊരു ബന്ദ്, എവിടെ? പാല് കറക്കുന്നതിന്. അങ്ങനെ 3 ദിവസം പാല് കറക്കാതിരുന്നാൽ ഈ അകിട് വലിയ വലിപ്പുണ്ടാവും. അങ്ങനെ അകിട് വീർപ്പിച്ച് ചന്തയിലെത്തി. അവിടുന്ന് കണ്ട ആളുകൾ ചോദിക്കും, എത്ര ലിറ്റർ പാലിട്ടും? ഇതിന് 19 ഇപ്പം ഇന്നലെ കിട്ടിയത്, 20 കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ അവിടെ പറയും. അപ്പം എന്ത് ചെയ്യും? കബളിപ്പിക്കപ്പെട്ടുകൊണ്ട് അവര് ഈ ആടിനെ വാങ്ങും, പശുവിനെ വാങ്ങും. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ലാ തുസ്റുൽ ഇബ്ല വൽ ഗനമാ, നിങ്ങൾ ആടുകളെയും മാടുകളെയും ഒട്ടകങ്ങളെയും ഒന്നും കറക്കാതെ അകിട് കെട്ടി വീർപ്പിക്കരുത്. ഫമനിബ്തഅഹാ ബഅദു ഫഹുവ ബിഖൈറിൻ നളറൈൻ, എന്നാൽ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട വിധത്തിൽ ആരെങ്കിലും ആ മൃഗത്തെ വാങ്ങിയാൽ അവന് ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ അതിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. അതിന് അവകാശമുണ്ട്. കറന്നെടുത്ത പാലെന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെ വിലയോ ഒരു കാരക്കയോ അതിന് പകരം കൊടുക്കാം. അവൻ അവകാശമുണ്ട് അതിനെ തിരിച്ചു കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെ കബളിപ്പിക്കുന്ന ഒരു തരം കച്ചവടവും ബിസിനസ്സും ഇസ്ലാം സമ്മതിക്കുന്നില്ല. മാത്രമല്ല, കൈക്കൂലി ഇന്ന് സാമാന്യവൽക്കരിക്കപ്പെട്ടു പോയി. നമ്മൾ സാധാരണക്കാർ പോലും എന്താ പറയാ, അത് സാരല്ല, എന്തോന്ന് കൊടുത്താലേ വേഗം റെഡിയാക്കാം അല്ലെ? നമ്മളൊക്കെ പറയാണ്, എവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോഴും അത് അയാളൊന്ന് കണ്ടാൽ എന്തേന്ന് കൊടുത്താൽ അത് വേഗം റെഡിയാവും. അങ്ങനെ നമ്മൾ കൊടുക്കുന്നു, അയാൾ വാങ്ങുന്നു. ഉദ്യോഗസ്ഥന്മാരെ മാത്രം നമ്മൾ കൈക്കൂലിയുടെ പേര് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സിവിലിയന്മാർ അവരെ പഠിപ്പിക്കുകയാണ്. ഏത് ഉദ്യോഗസ്ഥനെ കാണുമ്പോഴും കൈക്കൂലി കൊടുത്ത് ശീലമാക്കി. അത് കിട്ടാതെ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് അരാജകത്വം തന്നെ നിലനിൽക്കുന്നത് പ്രധാനമായും ഈ കൈക്കൂലി സമ്പ്രദായത്തിലൂടെയാണ്. ഇന്ത്യ രാജ്യത്ത് വലിയ വലിയ സമരമുറകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹന്ന ഹസാരെ ഉൾപ്പെടെയുള്ളവർ ഈ വ്യാപകമായ സാമ്പത്തിക ദുർനടപടിക്കെതിരെയുള്ള സമരവുമായി രംഗത്ത് വന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് സർവ്വസാധാരണമായി പോയി. അള്ളാഹുവിന്റെ റസൂൽ ആരെയാണ് ശപിക്കുന്നത്? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർറാശി വൽ മുർതശി. മുത്തുനബി ശപിച്ചിരിക്കുന്നു കൈക്കൂലി കൊടുക്കുന്നവനെ. നിങ്ങൾ ആദ്യം തന്നെ ആരാ ശപിച്ചത്? വാങ്ങുന്നവനല്ല, ആദ്യം കൊടുക്കണവനെയാണ്. പിന്നെയാണ് വൽ മുർതശി, കൈക്കൂലി വാങ്ങുന്നവനെയും ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് വാങ്ങലും കൊടുക്കലും തിന്മയാണ്, കുറ്റമാണ്. പിന്നെ ചില നിർബന്ധിത സാഹചര്യം ഉണ്ടാകും. ഒരു നിലക്കും കൈക്കൂലി കിട്ടാതെ ആ കാര്യം അയാൾ സാധിപ്പിച്ചു തരുന്നില്ല. അത് കിട്ടാതെ പോയാലോ നമുക്കാണെങ്കിൽ വലിയ ദുരന്തവും ഉണ്ടാകും. അത്തരം നിർബന്ധിത ഘട്ടത്തിലാണെങ്കിൽ അത് അള്ളാഹു പൊരുത്തപ്പെട്ടേക്കാം എന്ന് ചിന്തിക്കുകയല്ലാതെ അതും അനുവദനീയമാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും ഈ തരത്തിലുള്ള എല്ലാ ഇടപാടുകളെയും ഇസ്ലാം എതിർത്തു. നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിക്കരുത്, അങ്ങനെ നിബന്ധന വെച്ചു. ഇനി രണ്ടാമതായി സമ്പാദിക്കുന്നത് ഹലാലിൽ നിന്നാവണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ആ സമ്പാദ്യം
കൂടിക്കൂടി വരുമ്പോൾ പാവപ്പെട്ടവരും മുതലാളിമാരും തമ്മിലുള്ള അകൽച്ച സ്വാഭാവികമായും വർദ്ധിക്കും. ഈ അകൽച്ചയിൽ നിന്നാണ് കമ്മ്യൂണിസം ഉടലെടുത്തത് എന്ന് ഞാൻ പറഞ്ഞു. ഇസ്ലാം അവിടെ പ്രായോഗികമായ പരിഹാരം നിർദ്ദേശിച്ചു. മുതലാളിയും പാവപ്പെട്ടവനും തമ്മിലുള്ള അകൽച്ച കുറക്കാൻ സമ്പന്നരുടെ നിശ്ചിത സമ്പത്ത് നിശ്ചിത പരിധി എത്തിക്കഴിഞ്ഞാൽ അതിൽ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക്, തൊഴിലാളികൾക്ക് മാത്രമല്ല, തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്തവരായ പാവപ്പെട്ടവർക്ക് വരെ അതിൽ അവകാശമുണ്ട്. അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ സക്കാത്ത് നിശ്ചയിച്ചതിലൂടെ മുതലാളിയും പാവപ്പെട്ടവരും തമ്മിലുള്ള അകൽച്ച കുറക്കാൻ ഇസ്ലാമിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സമ്പത്ത് അത് എപ്പോഴും പാവപ്പെട്ടവരിലൂടെ ഒഴുകി നടക്കാൻ ഒരുപാട് നിർബന്ധിതവും അനുപേക്ഷണീയവുമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിങ്ങൾ ഇസ്ലാം മതത്തിന്റെ സൗന്ദര്യം സാമ്പത്തിക ശാസ്ത്രത്തിലൂടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയാണ്. പാവപ്പെട്ടവരെ സുത്തടക്കാൻ, വിശപ്പ് മാറ്റാൻ എന്തെല്ലാം പ്രായോഗിക പദ്ധതികൾ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 300 വീടുകളുള്ള ഒരു മഹൽ, ഇവിടെ ഒരു 300 കൊടുക്കണ്ടാവില്ല സാധനം, 200 എന്നാൽ തന്നെ 1000 ആളുണ്ടാവും അല്ലെ? 200 വീടുകളുള്ള ഒരു മഹലിൽ ചുരുങ്ങിയത് 1000 ആളുണ്ടാവും. 1000 ആളുകൾ താമസിക്കുന്ന ഒരു മഹല്ലത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മാസത്തിൽ ഒരു കല്യാണം നടക്കും അല്ലേ? മാസത്തിൽ ഒരു കല്യാണം നടക്കും. ഇസ്ലാമിക വ്യവസ്ഥ അനുസരിച്ച് പാവപ്പെട്ടവർക്ക് ആഹാരം കിട്ടാൻ ഒരുപാട് കർമ്മ പദ്ധതികൾ ഇസ്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മാസത്തിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ നിർദ്ദേശം എന്താ? ആരും അറിയാതെ സ്വകാര്യമായി കല്യാണം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കല്യാണം നടത്തുമ്പം ഏറ്റവും ഉത്തമം അത് പള്ളിയിൽ വെച്ച് നടത്തലാണ്. നിക്കാഹ് അത് തന്നെ വെള്ളിയാഴ്ച, അത് തന്നെ രാവിലെ. ഇതെന്തിനാ? അത് ആൾക്കാരറിയണം. ജുമാഅത്ത് പള്ളിയിൽ വെച്ചാൽ നടക്കുമ്പോൾ വിവരായിട്ട് അറിയും. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഈ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിലും കൂടി ഏർപ്പെട്ടിട്ടാണെങ്കിൽ വളരെ വിശേഷമായി, അല്ലെങ്കിൽ നിക്കാഹ് നടന്നതിന് ശേഷമെങ്കിലും ആവണം ഒരു വലീമത്ത് സദ്യ. കല്യാണത്തിന്റെ പേരിൽ നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കണം, ഇസ്ലാമിന്റെ നിർദ്ദേശം. അത് പറ്റ ലളിതവൽക്കരിച്ച് ഒരു ഔലും ചായും കൊടുത്തിട്ട് മാതൃക കാണിക്കണ്ട, അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഔലിം വലോബിശാ, മുത്തനബി പറഞ്ഞു, ഒരാടിനെങ്കിലും മറുത്ത് നിങ്ങൾ വലീമത്ത് നൽകുക. അപ്പൊ അങ്ങനെ നാട്ടിലുള്ള പാവപ്പെട്ടവരെ പ്രത്യേകം വിളിച്ചാണ് ഇത് നടത്തേണ്ടിയെന്നാണ് നിർദ്ദേശം. പണക്കാരെയും വിളിക്കാം, എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ കഴിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും. അത്തരക്കാരെ തെരഞ്ഞു പിടിച്ചു വേണം കല്യാണ സദ്യയിലേക്ക് കൊണ്ടുവരാൻ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ശർറു ത്വാമി ത്വാമുൽ വലീമാ, ഒരു നാട്ടിൽ വിളമ്പുന്ന ആഹാരത്തിൽ ഏറ്റവും ദുഷിച്ച ഭക്ഷണം ഒരു കല്യാണത്തിന് വിളമ്പുന്ന ആഹാരമാണ്. എങ്ങനെയുള്ള കല്യാണമാണ്? യുദ്ആ ഇലൈഹൽ അഗ്നിയാഉ ദൂനൽ ഫുഖറാ, ആ കല്യാണത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് സമ്പന്നരെയാണ്, പാവങ്ങളെ അവഗണിച്ച കല്യാണമാണ്. അവിടെ അള്ളാന്റെ ബർക്കത്തുണ്ടാവില്ല, അത് ഷെറ് നിറഞ്ഞ കല്യാണച്ചോറാണ്. അപ്പൊ ഈ കല്യാണത്തിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കുടുംബജീവിതം നന്നാവണമെന്ന നീയത്തോടുകൂടെ നോക്കൂ നിങ്ങൾ, ഇസ്ലാം ഒരു വിവാഹം നടക്കുമ്പം അവിടെ പാവപ്പെട്ടവന്റെ ഭക്ഷണമാണ് മുന്നോട്ട് വെക്കുന്നത്. 1000 ആളുകൾ താമസിക്കുന്ന ഒരു മഹല്ലത്തിൽ മാസത്തിൽ ഒരു കല്യാണം ചുരുങ്ങിയ കൂട്ടിക്കോളിങ്ങൾ. പാവപ്പെട്ടവർക്ക് ബിരിയാണി കിട്ടിയില്ലേ? ഇനി ആ കല്യാണം കഴിഞ്ഞു, ആ ദമ്പതികൾ ഒരു കുഞ്ഞുണ്ടായി. എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താ? ആ കുട്ടി ഉണ്ടായതിന്റെ പേരിൽ 7ാമത്തെ ദിവസം സാധിക്കുമെങ്കിൽ അന്ന്, അല്ലെങ്കിൽ ഒരു 7 കൂടെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 7 കൂടെ കഴിഞ്ഞിട്ട് അന്നെന്ത് വേണം? ഈ കുട്ടിയുടെ പേരിൽ അഖീഖ അറുക്കണം. അഖീഖ അറുക്കാൻ ചെറിയ എന്തെങ്കിലും കോയിനെ കുറിച്ച് എടുത്താൽ പോരാ. ഇനി ആടൊക്കെ തന്നെ അങ്ങ് ചെറുത് പോരാ, 2 വയസ്സാകണം, 2 വയസ്സായ മാടാകണം. അങ്ങനെയുള്ള ഒരു മൃഗത്തെ അറുത്ത് നമ്മളെ നാട്ടിലുള്ള പാവപ്പെട്ടവരെയൊക്കെ വീട്ടിലേക്ക് മാംസപ്പൊതി എത്തിച്ചു കൊടുക്കാൻ ഒരു കുട്ടിയുടെ ജന്മം ഇസ്ലാം കാരണമായി കാണുന്നു.
വേറെ ഒരു മതത്തിലും ഒരു ഭരണകൂടത്തിലും ഈ വ്യവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മുസ്ലിങ്ങൾ താമസിക്കുന്ന മഹല്ലുകളിലാണ് മാംസപ്പൊതി ഒരു കുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ വീട്ടിലെത്തുന്നത്. ഇസ്ലാം മതത്തിന്റെ സൗന്ദര്യമാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത്. കല്യാണത്തിന്റെ പേരിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ കുഞ്ഞുണ്ടായതിന്റെ പേരിലും അതാ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് മാംസപ്പൊതി എത്തുകയാണ്. ഇനി ആ കുഞ്ഞ് വളർന്നു വലുതായി അപ്പോഴേക്ക് മാതാപിതാക്കളങ്ങ് മരണപ്പെട്ടു പോയാൽ മരണപ്പെട്ടതിന്റെ പേരിലും പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. മഹാനായ സഅദ് റളിയല്ലാഹു തആല എന്ന് തങ്ങൾ പറയുകയാണ്, ഇന്ന ഉമ്മീ ഖദ് മാതത് ഫുജ്ആ, നബിയെ എൻ്റെ ഉമ്മ പൊടുന്നനെ മരണപ്പെട്ടുപോയി. അല്പകാലം രോഗിണിയായി കിടന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസിയത്ത് ചെയ്യാൻ അവസരമുണ്ടാകുമായിരുന്നു. അതില്ലാതെ പെട്ടെന്നാണ് ഉമ്മയുടെ വേർപാട്. അഫ അത്തസദ്ദഖു അൻഹാ, ആ ഉമ്മാന്റെ പേരിൽ ഞാൻ സ്വതക്ക ചെയ്താൽ അതിന്റെ ഫലം മരിച്ചുപോയ ഉമ്മാക്ക് കിട്ടുമോ നബിയേ? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, തീർച്ചയായും കിട്ടും. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാൽ ഞാൻ എന്താ എൻ്റെ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്യാൻ ഏറ്റവും നല്ലത്? അവിടുന്ന് പറഞ്ഞു, നീ വെള്ളം കൊടുത്തോ, ജനങ്ങൾക്ക് വെള്ളം കൊടുത്തോ. ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ മരിച്ചുപോയ പിതാവിന്റെ പേരിൽ ജലവിതരണം നടത്താൻ പോയതായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇത് സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർദ്ദേശമാണ്. ജലക്ഷാമമുള്ള സമയത്ത് വെള്ളം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, അത് പ്രത്യേകിച്ച് മരണപ്പെട്ടവരുടെ പേരിലാവുക, ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. നോക്കൂ നിങ്ങൾ, കുടിവെള്ളം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം. സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, അത് ഒരു ദിവസത്തെ ഒരു വിതരണാക്കി അവിടെ പരിമിതപ്പെടുത്തണ്ട, അത് സ്ഥായിയായ ഒരു കുടിവെള്ള പദ്ധതിയാവട്ടെ. അങ്ങനെ വലിയ ഒരു കിണർ കുഴിച്ചിട്ട് മഹാൻ പറഞ്ഞു, ഹാദിഹി ലി ഉമ്മി സഅദ്, ഈ കിണറും വെള്ളവും സഅദിന്റെ ഉമ്മാക്ക് വേണ്ടിയാകുന്നു എന്ന് പറഞ്ഞു. നമ്മളുമ്മാരൊക്കെ പറയുന്നല്ലോ, ഈ കോഴി മുഹീദ്ദീൻ ശൈഖനാണ്. അത് കേട്ട് ചില വഹാബികളും മൗദൂദികളൊക്കെ വിചാരിച്ചു, ഓ മരിച്ചുപോയ മൊയ്തീൻ ശൈഖ് കോഴി വന്ന് തിന്നോ, എന്ത് നേർച്ചയത്? ഇതങ്ങനെയല്ല. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഈ കിണർ സഅദിന്റെ ഉമ്മാക്കാണെന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ഉമ്മ വന്ന് ഇതിന്ന് വെള്ളം കുടിച്ചു പോകും എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഈ കിണർ എൻ്റെ ഉമ്മയുടെ പേരിൽ ദാനം ചെയ്യാൻ തീർച്ചപ്പെടുത്തിയതാണ്. അതുപോലെയാണ് കോഴി മുഹീദ്ദീൻ ശൈഖനാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവും. ചുരുക്കത്തിൽ അങ്ങനെ മഹാന്മാർ മരിച്ചുപോയവരുടെ പേരിൽ ആഹാര വിതരണം, വെള്ള വിതരണം. മഹാന്മാരായ അൻസ്വാറുകളൊക്കെ അവരെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ചുരുങ്ങിയത് 15 ദിവസം വരെ അവരെ പേരിൽ അന്നദാനം നടത്തിയിരുന്നു എന്ന് താബിഈ പണ്ഡിതന്മാർ ഉദ്ധരിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ മാതൃകയാണ് നമ്മുടെ നാട്ടിലും ഇന്നൊക്കെ ഏറ്റവും ചുരുങ്ങിയ 3-ന്റെ അന്നും 7-ന്റെ അന്നും 15-ന്റെ അന്നും 40-നും അതുപോലെ തന്നെ പിന്നെ ആണ്ടിലൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ശീലമുണ്ടായത്. നിങ്ങൾ ആലോചിക്കണം, അത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. അങ്ങനെ ഒരു 1000 ആളുകൾ താമസിക്കുന്ന ഒരു മഹല്ലത്തിൽ ചുരുങ്ങിയത് ഒരു മാസത്തിൽ 2 വല്യാപ്പാരെങ്കിലും ആണ്ട് വരൂലേ? ആ ആണ്ട് വന്നാലും ഇസ്ലാമിന്റെ നിർദ്ദേശം എന്താ? അവിടെ പാവപ്പെട്ടവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വെള്ളം കൊടുക്കുക. നമ്മുടെ ഗവൺമെന്റ് എന്താ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടാൻ ചെയ്യുന്നത്? ഓണം വരുമ്പോ മാത്രം എന്ത് ചെയ്യും? ഒരു 5 കിലോ അരി. അതന്നെ ആർക്ക്? LP ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക്. ബാക്കിയുള്ളവർക്ക് കാറ്റടിച്ചോട്ടെ. LP-യിൽ പഠിക്കുന്നവർക്ക് മാത്രം 5 കിലോ വീതമായി. ഇതല്ലേ നമ്മളെ ഗവൺമെന്റ് പട്ടിണി മാറ്റാൻ സൗജന്യമായി ഇപ്പൊ നമുക്ക് തരുന്നത്? ഇസ്ലാമിക മഹല്ലത്തിൽ അങ്ങനെയല്ല. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിശപ്പ് മാറ്റുക, ഇതിനു വേണ്ടി നിരവധി പ്രായോഗിക പദ്ധതികൾ ഇസ്ലാം ഏർപ്പാട് ചെയ്തു. ഇനി നോക്കൂ നിങ്ങൾ, പ്രധാനപ്പെട്ട 2 ആഘോഷ ദിവസങ്ങൾ. ആ ആഘോഷ ദിവസങ്ങളാണ് ഒന്ന് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ചെറിയ പെരുന്നാൾ വരുമ്പം പ്രധാന ആഹാരങ്ങളിൽപ്പെട്ട ധാന്യ ആഹാരം തന്നെ വിതരണം നടത്തണം, അല്ലേ? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതിന് പകരം പൈസ കൊടുത്താൽ പറ്റൂല, അതിന് പകരം വേറെന്തെങ്കിലും കൊടുത്താൽ പറ്റൂല. അത് അരി തന്നെ കൊടുക്കണം. നമ്മളെ നാട്ടിൽ മുഖ്യാഹാരം കൊടുക്കണം. ഇസ്ലാം നിർദ്ദേശിക്കുകയാണ്. ചിലപ്പോൾ മാസങ്ങളോളം ആ അരി കൊണ്ട് പാവപ്പെട്ടവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുകയാണ്. വേറെ ഏതു മതത്തിലാ ഇങ്ങനെ പട്ടിണി മാറ്റുന്ന ഒരു സാമ്പത്തിക നിർദ്ദേശമുള്ളത്? എന്നാൽ ബലി പെരുന്നാൾ വരുമ്പം മറ്റൊരു മുഖ്യാഹാരം നമ്മുടേത് മാംസാഹാരമാണ്. അത് ബലിയറുത്ത് ദാനം ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം.
ഇസ്ലാം പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റാൻ ആഘോഷവേളകൾ ഉപയോഗിക്കുന്നു. ഇനി ഈ രണ്ട് ആഘോഷങ്ങളും മാറ്റമില്ലാത്ത ആഘോഷങ്ങളാണെങ്കിൽ വേറെയും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ ദിവസങ്ങൾ, അന്നൊക്കെയും സമ്പത്ത് ചെലവ് ചെയ്യാം, ജനങ്ങളെ പട്ടിണി മാറ്റാം, ആഹാരം വിതരണം നടത്താം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷവേളകളിലും സമ്പത്ത് ചെലവ് ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഖുർആൻ പറഞ്ഞു. അതുകൊണ്ടാ നമ്മൾ ഗൃഹപ്രവേശം അല്ലേ, വീട്ടിൽ കൂടുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇവിടെ പ്രത്യേകമായി സദ്യ ഒന്നും ഒരുക്കിയിട്ടില്ല. നബി ചെയ്തതേ ചെയ്യാൻ പറ്റൂ, അല്ലാത്തതൊക്കെ ബിദ്അത്താന്ന് പറഞ്ഞ പുത്തൻവാദികളില്ലേ, അവരൊക്കെ പൊരേ കൂടലിന് ചോറ് വെച്ച് വിളമ്പുന്നുണ്ടല്ലോ. സിദ്ദീഖ് തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചു നോക്കി, ഒരു തെളിവില്ല. പക്ഷെ ഖുർആന്റെ ഒരു നിർദ്ദേശമുണ്ട്, സന്തോഷം ഉണ്ടാകുമ്പോൾ കൊടുക്കുക. അതിൽ പെട്ടതാ നമ്മൾ വീട്ടിൽ കൂടുന്ന ദിവസം നമുക്ക് സന്തോഷമുള്ള ദിവസാ, അന്ന് നമ്മൾ ആൾക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നു, അത് വിധത്തൊന്നുമല്ല. അതുപോലെ നമ്മളെ കുട്ടികളെ മാർക്കല്യാണം കഴിക്കുക, നമ്മൾ സന്തോഷ ദിവസാ, അന്ന് കുറെ ആളെ വിളിച്ച് സദ്യ കൊടുത്താൽ തെറ്റല്ല. നമ്മളെ ഭാര്യ പ്രസവിച്ചു, 40 കഴിഞ്ഞു, അന്ന് കുറച്ച് ആളെ വിളിച്ചിട്ട് ആഹാരം കൊടുത്തു, പ്രസവം കഴിഞ്ഞ് അൽഹംദുലില്ലാ റാഹത്തായി, അതിന്റെ പേരിൽ സന്തോഷത്തിന്റെ പേരിൽ കൊടുക്കുക, ഇതൊന്നും ബിദ്അത്തല്ല. ഇതൊക്കെ അട്ടിമറിച്ച് പാവങ്ങളുടെ ആഹാരം കിട്ടുന്നതിനെ തടയുന്നവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതെന്താ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. മദം പൊളിയൻ ആരാണെന്നറിയുമോ? അല്ലെങ്കിൽ ഈ ഭൗതിക ലോക ജീവിതത്തിന് പാരത്രിക ലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന യാഥാർത്ഥ്യത്തെ തിരസ്കരിക്കുന്നവരാരാണെന്നറിയുമോ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, അനാഥകളെ അവഗണിച്ചു തള്ളുന്നവനാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ആഹാരം കിട്ടുന്ന പരിപാടികളെ പ്രോത്സാഹിപ്പിക്കാത്തവനാണ്. അതാണ് ബിദ്അത്തുകാർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയുടെ നിർദ്ദേശം സുന്നത്തായ രീതിയിൽ തന്നെ ഇവിടെ പട്ടിണി നിർമാർജനത്തിനുള്ള പദ്ധതിയാണെങ്കിൽ, പ്രത്യേകമായ 8 തരം സമ്പത്തുകൾക്ക് സക്കാത്ത് നിർബന്ധിതമായ ദാനം തന്നെ ഇസ്ലാം നിശ്ചയിച്ചു. അതിനും അളവ് വെച്ചു. പാവപ്പെട്ടവരുടെ അവകാശം ഓഹരിയായി വിഭജിച്ചു കൊടുക്കാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അങ്ങനെ മുതലാളിയും പാവപ്പെട്ടവനും തമ്മിലുള്ള അകൽച്ച കുറച്ചു കൊണ്ടുവരാൻ വിപുലമായ പദ്ധതികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ നിർദ്ദേശത്തിൽ നമ്മൾ കാണുന്നത് വളരെ സുന്ദരമായ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്. ഇവിടെ പാവപ്പെട്ടവനും മുതലാളിയും തമ്മിലുള്ള അകൽച്ച മാറ്റുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ചൂഷണത്തിന്റെ എല്ലാ വഴികളെയും ഇസ്ലാം തടയുന്നു. അങ്ങനെ അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ എത്രയും സമ്പാദിക്കാൻ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. ഇനി ചെലവ് ചെയ്യുമ്പോൾ ഒരുപാട് പെരുമാറ്റച്ചട്ടം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദൂർത്ത് ഒരു കാരണവശാലും നമ്മുടെ ചെലവ് ചെയ്യുന്നത് ലോകത്തുണ്ടാകാൻ പാടില്ല. എല്ലാ വിഷയത്തും നിങ്ങൾ നോക്കൂ, ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒഴുകുന്നത് 34,000 കോടി രൂപയാണ് ഓരോ വർഷവും. 34,000 കോടി രൂപ ഓരോ കൊല്ലവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് പണം വരുന്നു എന്നാണ് ഏറ്റവും പുതിയ കണക്ക്, നിയമസഭയിൽ വെച്ച കണക്കാണ്. എന്നാൽ ഇത് ചെറിയ തുകയാണെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ഒരു വർഷത്തെ സമഗ്ര വികസനത്തിന് വേണ്ടി മാണി സാർ അവതരിപ്പിച്ച വാർഷിക ബജറ്റ്, ആ ബജറ്റ് തുകയുടെ ഒരു ഇരട്ടിയിലേറെയാണ് നമ്മുടെ വിദേശ മലയാളികൾ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് അയക്കുന്ന പണം. അറിയാത്തതുണ്ടോന്ന് എനിക്കറിയില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. അതും കൂടെ കൂട്ടിയാൽ കേരളീയ സമ്പദ്ഘടനയിലേക്ക് വിദേശീയ മലയാളികളുടെ പങ്കാളിത്തം ചില്ലറയല്ല. പക്ഷേ ഇത്രയും വലിയ തുക ആസൂത്രിതമായാണ് കേരളത്തിൽ വ്യയം ചെയ്യപ്പെടുന്നതെങ്കിൽ അമേരിക്കയെ വെല്ലുന്ന ഒരു വികസിത പ്രദേശമായി കേരളം മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എന്നാൽ കേരളത്തിന് അങ്ങനത്തെ പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ല. എന്താ കാരണം? നമ്മൾ ആസൂത്രിതമായ എല്ലാ സമ്പാദ്യം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്.
നമ്മൾ കേരളീയർ ഇന്നൊരു മോഹവലയത്തിലാണ്. ആരോ അടിച്ചേൽപ്പിക്കുന്ന ജീവിത ശൈലിയുടെ അടിമകളായി നമ്മൾ മാറുകയാണ്. നാം എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്ന ഇന്ന് നമ്മളല്ല, കുത്തകകളുടെ തീരുമാനങ്ങളാണ് നമ്മളെ ഭാര്യമാർ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നത്. ഭാര്യമാരുടെ നിർദ്ദേശത്തെ അക്ഷരം പ്രതി മാനിക്കുന്നവരാണ് മലയാളികളായ ഭർത്താക്കന്മാർ. അവരെ സ്വാധീനിക്കുന്നത് മീഡിയകളാണ്, പ്രത്യേകിച്ച് ടെലിവിഷനിലൂടെയുള്ള നിർദ്ദേശങ്ങളാണ്. അതിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സുഖലോക ജീവിതത്തിലേക്കുള്ള ഉപകരണങ്ങൾ, ഉപാധികൾ, സാധന സാമഗ്രികൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഇതൊക്കെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വേണം, ഇത് വേണം, എല്ലാം വേണം. അങ്ങനെ നമ്മളാകെ കൂടി സമ്പാദിച്ചത് മുഴുവനും നമ്മളിതാ വളരെ ആവശ്യമുള്ള വസ്തുക്കൾക്ക് വേണ്ടിയല്ല, അനാവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു. മാത്രമല്ല, ഉള്ളതിനെ വികസിപ്പിക്കണമെന്ന ചിന്ത മലയാളികൾക്ക് വളരെ കുറവാണ്. ഉള്ളത് നശിപ്പിക്കണമെന്ന ചിന്തയാണ്. നിർമ്മാണാത്മകമായ മാർഗത്തിലൂടെ അത് വർദ്ധിപ്പിക്കണമെന്ന ചിന്തയുള്ളവർ നമ്മളെ കൂട്ടത്ത് വളരെ കുറവാളുകളാണ്. അതുകൊണ്ട് തന്നെ മലയാളികളെ ജാതി മത ഭേദമന്യേ ഇന്ന് ഗ്രസിച്ചിരിക്കുന്ന ഒരു ദുസ്വഭാവം എന്താ? ഉപഭോഗ സംസ്കാരമാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും നിർമ്മിക്കുന്ന സ്വഭാവമല്ല, വാങ്ങി ഉപയോഗിക്കുക. ഇതാ നമ്മളെ സ്വഭാവം. ഒരു ചൂല് പോലും നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഇപ്പം നമ്മളൊക്കെ അങ്ങാടി പോകുമ്പോൾ ഭാര്യ വരെ, നിങ്ങൾ വരുമ്പോൾ 2 ചൂലുണ്ടോ വരണേ? അങ്ങനെ ഞാൻ വലിയ തലകെട്ടൊക്കെ കെട്ടി തോളിൽ 2 ചൂലുമായിട്ടപ്പോൾ പുരയിലേക്ക് വരുന്നത്. കാരണം പണ്ടൊക്കെ പാള വീണാൽ അന്ന് ഉമ്മ എടുത്തിട്ട് ഇങ്ങനെ അലക കെട്ടി അതിൽ ഇങ്ങനെ കൊളത്തിട്ട് വെക്കും. ഉണക്കം പാകമായാൽ അത് വെട്ടിയിട്ട് ചൂലുണ്ടാക്കും. അത് കൊണ്ടുപോയി മുള്ളുമരത്തുമല്ലോ ഒരസി ആദ്യം അകടിച്ചു വാരും. കുറ്റിച്ചൂലായാൽ പിന്നെ മുറ്റടിച്ചു വാരും. ഇങ്ങനെയായിരുന്നു അന്ന് ചൂലുണ്ടാക്കി. ഇന്ന് നിർമ്മാണം എന്നത് ആർക്കും ഇഷ്ടമല്ല. നിങ്ങൾ നോക്ക്, എത്ര ആയിരം തെങ്ങുള്ള നാട്ടുകാരാ നമ്മൾ. എന്നാ പല്ലുകുത്തുന്ന ഈള് നമ്മൾ ഇറക്കുമതി ചെയ്യപ്പോൾ നിങ്ങൾക്കറിയോ? പല്ലുകുത്താൻ ഈള് നമ്മളെ മുറ്റത്ത് എത്ര ഉണ്ട് എന്നറിയോ? അതെടുത്ത് കുത്താതെ അത് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന് അതുകൊണ്ട് പല്ലു കുത്താൻ. ഒരു പച്ചമുളകിന്റെ തൈ എങ്ങാനും അടുക്കള ഭാഗത്ത് നട്ടുപിടിപ്പിച്ചാൽ പറിച്ചാൽ തീരുമോ പച്ചമുളക്? അത് പറ്റൂല. അത് ഓരോ നേരത്തേക്കും 100-200 മുളക് പീടിയെ പോയിട്ട് വാങ്ങാന്നല്ലാതെ അങ്ങനെ കൃഷി ഇറക്കണ പരിപാടി നമുക്കില്ല. ഒരു വിഷയത്തിലും നിർമ്മാണമില്ല, ഉപഭോഗം, വാങ്ങി ഉപയോഗിക്കുക. ഇതുകൊണ്ട് തന്നെ മലയാളി എന്ത് ചെയ്യുന്നു? സമ്പത്ത് മുഴുവനും അവൻ ഇങ്ങനെ നശിപ്പിക്കുക. ആ നശിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ ധൂർത്ത് നടക്കുന്നത് എവിടെയാണ്? വീട് നിർമ്മാണത്തിലാണ്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികളിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും അധികം ലക്ഷറി സ്വഭാവമുള്ള ആഡംബര ഭവനങ്ങൾ നിർമ്മിക്കുന്നതിൽ മുന്നിൽ എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ആഡംബര വീടുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്നും ആലോചിക്കുന്നില്ല. ഒരു പക്ഷേ ഹുറൂജ് അടിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നാൽ ഈ വീടിന് വൈറ്റ് വാഷ് ചെയ്യാൻ ആവശ്യമായ സമ്പാദ്യം പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ മറന്നുപോയിക്കൊണ്ടാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത്. നമ്മളെ വീടിന്റെ പ്ലാൻ ഏതാ? അത് നമുക്ക് തൊഴിൽ തന്ന അറബിയുടെ വീടിന്റെ പ്ലാൻ തന്നെ. അയാളെ വീട്ടിലെ പ്ലേറ്റ് വെക്കുന്ന ആളാ ഞാൻ. പക്ഷെ എനിക്കും വേണ്ടത് എന്താ? മൂപ്പര അതേ ജാതിയിൽ പോരാ, അതിനുള്ള തറയപ്പം കെട്ടിയത്. ഇനി അത് കെട്ടിപ്പൊക്കാൻ എത്ര കാലം പിടിക്കും? അതിന് എവിടെ നിന്നൊക്കെ കടം വാങ്ങണം? ഗൾഫിൽ കുറിയുണ്ട്, നാട്ടിൽ കുറിയുണ്ട്, മറ്റോടത്ത് കുറിയുണ്ട്, ബാങ്കിൽ ലോണുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ പാടെ വീടാട്ടുണ്ടാക്കുകയാണ്. സമ്പാദിച്ചത് മുഴുവനും 10, 20, 30 കൊല്ലം അധ്വാനിച്ചിട്ട് അത് മുഴുവനും ഏതാനും സിമന്റിന്റെയും കരിങ്കല്ലിന്റെയും കമ്പിയുടെയും കൂനകളാക്കി വെക്കുന്ന ഈ വിഡ്ഢിത്വം നമ്മൾ എന്നാണ് തിരിച്ചറിയുക? താമസിക്കാൻ ആവശ്യമായൊരു വീട് നമുക്ക് വേണം. അതിലപ്പുറത്തേക്ക് ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വീടിൻ്റെതായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് അയൽവാസിയുടെ വീടിനേക്കാൾ 1 മീറ്ററെങ്കിലും എൻ്റെ വീട് മേലെ നിൽക്കണം. ഈ തരത്തിലുള്ള അഹങ്കാരത്തിന്റെ ചിന്ത മലയാളികൾ മാറ്റിവെക്കണം. നമ്മൾ ചിന്തിക്കുക, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമിൻ സആദത്തിർ റജുലി, ഒരു മനുഷ്യന്റെ വിജയചിഹ്നമാണ്, അവന്റെ ഭാഗ്യത്തിന്റെ ലക്ഷണമാണ് 3 കാര്യങ്ങൾ. അതിലൊന്ന് ബൈത്തുൻ വാസിഉൻ, സൗകര്യപ്രദമായ ഒരു വീട്. അതിനെ ഇസ്ലാം നിഷേധിക്കുന്നില്ല, നിരോധിക്കുന്നില്ല. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണമനുസരിച്ച് റൂമും സൗകര്യമുള്ള വീടുണ്ടാക്കാം. എന്നാൽ അതിൻ്റെ മോടി പിടിപ്പിക്കുന്നതിലും
അതിൻ്റെ മറ്റു കാര്യങ്ങളിലുമൊക്കെ അമിതമായി പണം ചെലവഴിച്ചുകൊണ്ടുള്ള ധൂർത്തിനെയാണ് നിഷേധിക്കുന്നത്. സൗകര്യമുള്ള വീടുണ്ടാക്കുന്നതിന് ഇസ്ലാം എതിർത്തിട്ടില്ല, അത് ഭാഗ്യത്തിൻ്റെ അടയാളമാണ്. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ടെങ്കിലും അവിടുന്ന് ലാളിത്യത്തിന്റെ പ്രതീകമായിരുന്നു. സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക്, അവിടുത്തെ വീട്ടിലേക്ക് കയറി ചെന്നു. ഭാര്യമാരുമായി ചെറിയ ഒരു പ്രശ്നമുള്ള സമയമായിരുന്നു. അവരാരും അന്ന് വീട്ടിലില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഡ്രസ്സ് മാറ്റി വെച്ച് വീട്ടിലിരിക്കുമ്പോഴുള്ള തുണി മാത്രം ഉടുത്തുകൊണ്ട് കട്ടിലിൽ കിടക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കയറി ചെന്നപ്പോൾ പുന്നാര നബി തങ്ങൾ എഴുന്നേറ്റിരിക്കുന്നു. ഉമർ ഖത്താബ് തങ്ങളെ ആ രംഗം വല്ലാതെ വേദനിപ്പിച്ചു. കാരണം എന്തെന്നല്ലേ, കുപ്പായം ധരിക്കാതെ തിരുനബി തൻ്റെ കട്ടിലിൽ കിടന്ന് എഴുന്നേറ്റിരിക്കുമ്പോഴതാ ആ നേതാവിൻ്റെ പുറത്ത് കിടന്ന പായയുടെ അടയാളം പതിഞ്ഞിരിക്കുന്നു. ആരാണ് ഈ നേതാവ്? അന്ത്യദൈവദൂതരാണ്, സർവലോകത്തിൻ്റെയും നേതാവാണ്. അതെ, വലിയൊരു രാഷ്ട്രത്തിൻ്റെ സർവാധിപതിയാണ്. പള്ളിയിലെ ഇമാമാണ്, ഖത്തീബാണ്, മുദരിസാണ്, ചീഫ് ഖാദിയാണ്, സൈനിക കമാൻഡറാണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ അതിൻ്റെ ഒക്കെയും ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥനാണ്. എല്ലാമായ മുത്തുനബി അവിടുന്ന് ഉപയോഗിക്കുന്ന വീടും റൂമും മറയുമാണല്ലോ ഇത്. മഹാനവറുകൾ ആ റൂം ഒന്നുകൂടി വിശകലനം ചെയ്തു. ഒരു ഭാഗത്ത് ഒരു തോൽപാത്രം, അതിലൽപ്പം വെള്ളം കിടപ്പുണ്ട്. മറ്റൊരു പാത്രം, അതിൽ ഏതാനും യവമണികളാണുള്ളത്. വേറെ ഒരു പാട്ടയിൽ അവിടുന്ന് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇതല്ലാത്ത മറ്റൊരു സാധനവും ലോകത്തിൻ്റെ നേതാവ് താമസിക്കുന്ന വീട്ടിൽ ഇല്ല. ഇതാണ് ആ വീട്ടിലുള്ള ഗൃഹോപകരണങ്ങൾ. ഇത് കണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയ ഉമർ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, കൈസർ നബിയെ അവിടുന്ന് കാണുന്നില്ലേ? കൈസർ രാജാക്കന്മാർ, അതെ, റോമിലെ ചക്രവർത്തിമാര്, അതുപോലെ തന്നെ ഇറാനിലെ ഭരണാധികാരികൾ, അവരെല്ലാവരും ആകാശത്തെ ഉമ്മ വച്ച് അംബരചുംബികളായി നിലകൊള്ളുന്ന കൊട്ടാരങ്ങളിലാണ് കഴിയുന്നത്. അവർക്ക് ഉറങ്ങാൻ തൊട്ടിലുകളുണ്ട്, താരാട്ടു പാടാൻ തോഴിമാരുണ്ട്. വാന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അള്ളാന്റെ ദൂതരല്ലേ നബിയെ? അവിടത്തേക്കൊരു നല്ല ബെഡ് വാങ്ങിത്തന്നാൽ അങ്ങ് സ്വീകരിക്കുമോ നബിയേ? പുന്നാര നബി തങ്ങളോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? ഉമറേ, ഞാൻ ഈ ദുനിയാവിനെ കാണുന്നത് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. യാത്ര പോകുന്ന സമയത്ത് നീ കാണാറില്ലേ, മരത്തണലിൽ വിശ്രമത്തിന് യാത്രക്കാരൻ ചെന്നിരിക്കാറുണ്ട്. ആ ഇരിക്കുന്ന മരത്തണൽ മോടികൂട്ടാനും അതിൻ്റെ പ്രൗഢി വർദ്ധിപ്പിക്കാനും അയാൾ ശ്രമിക്കാറില്ലല്ലോ. പിന്നീട് വെയില് ആറിയാൽ അദ്ദേഹം യാത്ര തുടരാറല്ലേ? ഇതുപോലെ സ്വർഗമാകുന്ന സർവ്വ സൗകര്യവുമുള്ള ലോകത്തേക്ക്, എല്ലാ തയ്യാറെടുപ്പുമുള്ള മണിയറയിലേക്ക് പോകേണ്ടവനാണ്. ആ യാത്രാ മധ്യേ ഉള്ള ഒരു വിശ്രമ സ്ഥലമാകുന്ന ദുന്യാവിൽ എനിക്ക് ഇത് മതി ഉമറേ. അവർക്ക് ദുന്യാവിലല്ലേ ഉള്ളൂ, ആഖിറത്തിലില്ലല്ലോ എന്ന് പറഞ്ഞ നേതാവിൻ്റെ അനുയായികളാകുന്ന ഞാനും നിങ്ങളുമാണ് സമ്പത്തിന്റെ മുഖ്യഭാഗവും ഈ തരത്തിൽ വീടിന്റെ മേലെ നശിപ്പിക്കാൻ ദുരുപയോഗം ചെയ്യുന്നതെങ്കിൽ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറെടുക്കണം. നമ്മൾ തത്വദീക്ഷയോടുകൂടി സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് നല്ല ആലോചന ഉണ്ടാകണം. വരവും ചെലവും നോക്കാത്ത ചെലവ്, ഇതാണ് ഇപ്പം നമ്മളെല്ലാവരെയും കടക്കണിയിൽപ്പെടുത്തിയത്. ഏത് വീട്ടിൽ ചെന്നാലും എന്തെങ്കിലും ഒരു പണ്ടം ബാങ്കിലില്ലാത്തതില്ല. എന്തേ കാരണം? ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ വരവും ചെലവും ഒപ്പിച്ചുകൊണ്ട് പോകണതറിയില്ല. എല്ലാവരും ചെയ്യും പോലെ നമുക്കും ചെയ്യണം, അതിന് പണം വേണം. അതിനിവിടെ കുത്തകകൾ വല വീശിയെറിഞ്ഞിരിക്കുകയാ. അവർ നമ്മളോട് പറയുന്നു, നിങ്ങൾ എന്തിനു നോക്കിയിരിക്കണം, പണമില്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ ഐഡന്റിറ്റി കാർഡിന്റെ ഫോട്ടോ കോപ്പി തന്നാൽ മതി, ഞങ്ങൾ അവിടെ തരാം പൈസ. ഒരു നിബന്ധനയില്ലല്ലോ. ഇപ്പം ഏത് തരത്തിലുള്ള വായ്പയും തരാൻ എല്ലാവരും തയ്യാർ. കച്ചവടക്കാർ വരുന്നു, ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കോളി, TV കൊണ്ടുപോയിക്കോളി, ഒന്നും കൊണ്ടുപോയിക്കോളി, എന്ത് വേണേലും കൊണ്ടുപോയിക്കോളി.
നിങ്ങളിങ്ങനെ അടച്ചു തന്നാൽ മതി അല്ലേ. അങ്ങനെ വാങ്ങി 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 ഇപ്പം നമ്മളെ വരവും ചെലവും നോക്കുമ്പോൾ ചെലവ് കൂടുതൽ, വരവ് കുറവ്. എല്ലാവരെയും പറമ്പും വീടും വാഹനവും അതിൻ്റെ ഒക്കെ പേരിൽ നമ്മൾ കുത്തകളുമായി ഇടപാട് നടത്തിയിരിക്കുകയാണ്. എവിടെ എത്തും നമ്മുടെ സ്ഥിതി? എവിടെ എത്തും നമ്മുടെ സ്ഥിതി നമ്മൾ അറിയണം. അതുകൊണ്ട് സമ്പത്ത് ശേഖരിക്കൽ മാത്രമല്ല, അത് ചെലവ് ചെയ്യുന്നത് നന്നായി പഠിച്ചില്ലെങ്കിൽ നമ്മുടെ നാശത്തിനത് കാരണമാകും. അതുകൊണ്ട് തന്നെ സമ്പത്ത് എന്ന് പറയുന്നത് അത് സമാഹരിച്ച് എണ്ണിവെക്കാനോ അത് ശേഖരിച്ച് അഹങ്കരിക്കാനോ അത് നിക്ഷേപമാക്കി ഏത് പ്രതിസന്ധി ഉണ്ടായാലും പണമുണ്ടെങ്കിൽ രക്ഷപ്പെടാമെന്ന മിഥ്യാധാരണ വെച്ചു പുലർത്താനോ അല്ല. അത്തരക്കാർക്കാണ് വയിലുള്ളത്, വമ്പിച്ച നാശമുള്ളത്. അതാണ് അല്ലാഹു പറയുന്നത്, അല്ലദീ ജമഅ മാലം വഅദ്ദദാ. സമ്പത്ത് സമാഹരിച്ച് അത് എണ്ണി തിട്ടപ്പെടുത്തി വെക്കുകയും യഹ്സബു അന്ന മാലഹു അഖ്ലദ. തൻ്റെ സമ്പത്ത് തന്നെ എന്നെന്നും ഇവിടെ നിലനിർത്തും. ഏത് രോഗം വന്നാലും പ്രശ്നമില്ല, പണമുണ്ടായാൽ ഇന്ന് ചികിത്സിച്ചാലും മാറാത്ത രോഗമില്ല എന്ന ചിന്തയാണ്. കിഡ്നി പോയാൽ മാറ്റിവെക്കാൻ പണമുണ്ടെങ്കിൽ വേറെ കിഡ്നി കിട്ടുമെന്ന ചിന്തയാണ്. ഹാർട്ട് പോയാൽ പുതിയ ഹാർട്ട് വെച്ച് പിടിപ്പിക്കാം. കാല് അങ്ങ് പൊട്ടിപ്പോയാലും പ്രശ്നമില്ല, നല്ല കാല് വേറെ വെച്ചു പിടിപ്പിക്കാം. ഇങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ ചിന്ത ഉണ്ടാകുമ്പം മറ്റുള്ളവരെ ഒന്നും കണ്ണിൽ പിടിക്കൂല, ആരെയും നിന്ദിക്കും, നിസ്സാരപ്പെടുത്തും, ഏതൊരുത്തിൻ്റെയും അഭിമാനം തകർക്കും. ഈ തരത്തിൽ മുന്നോട്ട് പോകുന്ന മനുഷ്യ, നിന്റെ ഈ പ്രവണത ഒന്ന് അവസാനിപ്പിക്കണം. കല്ലാ, വേണ്ട, ഈ പോക്ക് ശരിയല്ല കേട്ടോ. ലയുംബദന്ന ഫിൽ ഹുതമാ. ഈ ദുസ്വഭാവികളെ വിളിച്ച് അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. തീർച്ചയായും വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. ഫിൽ ഹുതമാ, അൽ ഹുതമാ എന്ന നരകത്തിലേക്ക്. ആരെ? സമ്പത്ത് നേരാവണ്ണം കൈകാര്യം ചെയ്യാത്തവനെ, മറ്റുള്ളവരെ കൊച്ചാക്കുകയും അവരെ അഭിമാനം തകർക്കുകയും ചെയ്യുന്നവനെ അള്ളാഹു വളരെ താക്കീതിന്റെ സ്വരത്തിൽ പറയുന്നത് ലയുംബദന്ന ഫിൽ ഹുതമാ. അവനെ അൽ ഹുതമാ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. പരിശുദ്ധ ഖുർആനിന്റെ വല്ലാത്തൊരു സൗന്ദര്യവും കൂടെ നമ്മൾ ഈ പ്രയോഗത്തിൽ കാണുകയാണ്. ഇവിടെ കുറ്റവാളിയെ അള്ളാഹു പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസ, ലുമസ, അതേ തുലനത്തിലുള്ള പദമാണ് ഹുതമാ. അത് അക്ഷരത്തിൽ മാത്രമല്ല, അർത്ഥത്തിലും ഹുതമയുടെയും ലുമസയുടെയും ഹുമസയുടെ ഒക്കെ അർത്ഥം ഒന്നാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു എന്താണ് ലുമസ, ഹുമസ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, തകർക്കുക എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മാനം തകർക്കുക, അഭിമാനം ക്ഷതപ്പെടുത്തുക. അതാണല്ലോ ലുമസ, ഹുമസ എന്ന് പറഞ്ഞാൽ. അതേ അർത്ഥം തന്നെയാണ് ഹുതമ, അതേ തുലനത്തിലുമാണ് ഹുതമ. ലുമസ എന്ന് പറഞ്ഞ അതേ രീതിയിലുള്ള തന്നെയാണ് ഇതിലെയും പദവിന്യാസമുള്ളത്. ഇവിടെ ഹുതമയുടെ അർത്ഥം എന്താണ്? പൊട്ടിക്കുന്നത് എന്നാണ്. ഐ തഹ്തിമുമാ തൽതഖിം. അതെ, ആ നരക വിഴുങ്ങുന്നത്, അതിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഏതൊന്നിനെയും അത് പൊട്ടിച്ചു കളയും. അതാണ് ആ നരകത്തിന്റെ പ്രത്യേകത. നിങ്ങൾ കണ്ടില്ലേ, നെയ്യ് അല്പം കൂടുതലുള്ള ഒരു കോഴിയുടെ കഷ്ണം ചട്ടിയിൽ വെച്ച് പൊരിക്കുമ്പം ഒച്ച കേൾക്കാം. ഇതുപോലെ ഈ മനുഷ്യനെ ഈ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ അവന്റെ എല്ലും മാംസവും അതാ പൊട്ടിത്തെറിക്കുന്നു. മനുഷ്യനെ ഗീബത്തും നമീമത്തും പറഞ്ഞ് മാനം കെടുത്തിയവൻ അവന്റെ മാനം തകർത്തതുപോലെ അത് അവന്റെ പച്ച മാംസം തിന്നുന്നതിന് സമാനമാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുപോലെ ഇവന്റെ എല്ലും മാംസവും നരകത്തിലെറിഞ്ഞ് പൊട്ടിക്കപ്പെടുന്നു. അതിനാണ് ഹുതമത്ത് എന്ന പ്രയോഗം അല്ലാഹു നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മാനന്ദ പണത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്യാമെന്ന് ചിന്തിക്കുന്നവനോട് അല്ലാഹ് പറയുന്നു, വേണ്ട, നിന്റെ ഈ സ്വഭാവം നീ അവസാനിപ്പിക്കണം, നിന്നെ ഹുതമയിലേക്ക് വലിച്ചെറിയപ്പെടും എന്നു പറഞ്ഞതിന് ശേഷം ഈ നരകത്തെ 7 വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. അതും കൂടി എണ്ണിപ്പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഒന്നാമത്തെ വിശേഷണമായി അല്ലാഹു ചോദിക്കുന്നത്? വമാ അദ്റാക മൽ ഹുതമ.
ഹുത്തമയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു ചോദിക്കുകയാണ്, എന്താണ് ഈ ഹുത്തമ എന്ന് നിനക്കറിയാമോ? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? അതെ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒരാൾക്കും അറിയില്ല. അത് അനുഭവിച്ചറിയേണ്ടതാണ്. പറഞ്ഞു തന്നാൽ ആ നരകത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. കാരണം അനുഭവിച്ചതിനോട് സങ്കല്പിക്കുകയല്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല നരകത്തിന്റെ ശിക്ഷ. അതിനാൽ ഹുത്തമ എന്ന നരകത്തിന്റെ ഒന്നാമത്തെ വിശേഷണമായി അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം അല്ലാഹ്ക്ക് മാത്രമേ അറിയൂ. വമാ അദ്റാക മൽ ഹുത്തമ, എന്താണ് ഹുത്തമ എന്ന് നിനക്ക് എന്താ വിവരം തന്നത്? നിനക്ക് അതിനെ പറ്റിയുള്ള വിവരമൊന്നുമില്ല. ഇനി ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില വിശേഷണങ്ങൾ കൂടി അല്ലാഹ് പറയാൻ. അതെ, നാറുല്ലാഹിൽ മൂഖദ, രണ്ട് വിശേഷണം അവിടെ പറഞ്ഞു. ഒന്ന് നാറുല്ലാഹിൽ മൂഖദ, നാറുല്ലാ അത് അല്ലാഹുവിന്റെ തീയാണ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ട സാധാരണ തീയല്ല, നരകത്തിലെ തീ. ഫലൈസ കസാഇരിൻ നീറാൻ, അള്ളാഹിന്റെ തീയാണെന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ള തീ പോലെ നിസ്സാരം തീയല്ല. ഇവിടെ ദുന്യാവിൽ കത്തിക്കപ്പെടുന്ന തീയിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ആ തീ തന്നെ ഒരു സ്ഥലത്ത് ശരിയായ വിധത്തിൽ കത്തിപ്പിടിച്ചാൽ അതിൻ്റെ പരിസരത്തേക്ക് പോലും നമുക്ക് അടുക്കാൻ കഴിയില്ല. എന്നാൽ ആ തീയിൻ്റെ 70 ഇരട്ടി ശക്തിയിലാണ് നരകത്തിലെ തീ കത്തുന്നത്. എത്രയായിരിക്കും അതിൻ്റെ ചൂട്? സുബ്ഹാനല്ലാഹ്. അതാണ് നാറുല്ലാഹ്. ഇത് അല്ലാഹുവിൻ്റെ നരകമാണെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരാരും ഉണ്ടാക്കിയ നരകം പോലെയല്ല, അത് നമ്രൂദിന്റെ തീക്കുണ്ടം പോലെയല്ല, വേറെ ആരെങ്കിലും ഉണ്ടാക്കിയ തീക്കുണ്ടം പോലെയല്ല. മൂന്നാമതായി അല്ലാഹ് പറയുന്നത് മൂഖദാ, അത് കത്തിക്കപ്പെട്ടിരിക്കുന്ന തീയാണ്. അതെ, ബി അംരില്ലാ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കത്തിക്കപ്പെട്ട തീയാണ്. ഇന്ന് തീയിന്റെ കളറ് സാധാരണ കത്തുന്ന തീക്ക് മഞ്ഞയും ചുവപ്പും കളറാണ് നമ്മൾ കാണാറുള്ളത്. ചില സാധനങ്ങൾ നീലയായും കാണാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി നരകത്തീയിനെ കത്തിക്കപ്പെട്ടത് കാരണം ഇന്ന് നരകത്തിന്റെ തീയിന്റെ കളറ് അത് കറുപ്പാണ്. ഫഹിയ മുല്ലിമാ, അതുകൊണ്ട് തന്നെ നരകത്തിൽ വമ്പിച്ച ഇരുട്ടാണ്, അവിടെ വെളിച്ചമില്ല. കത്തി കത്തി കറുപ്പ് കലർന്ന തീയാണ് ഇപ്പം നരകത്തിൽ കത്തുന്നത്. അതിനാൽ നരകലോകത്ത് പ്രകാശം കാണുകയില്ല. സാധാരണ ഒരു സ്ഥലത്ത് തീ കത്തിച്ച ആ പരിസരത്തൊക്കെ നമുക്ക് അതിൻ്റെ വെളിച്ചം കൊണ്ട് കാണാം. നരകത്തിൽ അങ്ങനെ വെളിച്ചം ഉണ്ടാവില്ല. അങ്ങനെ കത്തിക്കപ്പെട്ട തീയാണെന്നതാണ് നാലാമത്തെ പ്രത്യേകതയെങ്കിൽ അത് ഒരു കാലത്തും കെട്ടുപോകൂല. കാരണം അള്ളാഹിന്റെ കൽപ്പന പ്രകാരം കത്തിയ തീയാണ്. അല്ലാതെ നമ്മൾ കത്തിച്ച തീ അത് കുറേ നേരം കത്തി അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അതിന് വിധേയമാകുന്ന സാധനങ്ങളൊക്കെ തീർന്നു പോയാൽ തീ അവിടെ കെട്ടുപോകും. എന്നാൽ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം കത്തിച്ച തീ കെട്ടുപോകൂല കേട്ടോ. ഈ നരകത്തിന്റെ ഭീകരത വെളിപ്പെടുത്താനുള്ള വിശദീകരിക്കുകയാണ്. അഞ്ചാമതായി അല്ലാഹു തആല പറയുന്നത് എന്താണെന്നല്ലേ, നാറുല്ലാഹിൽ മൂഖദത്തുല്ലതീ തത്വലു അലൽ അഫ്ഇദാ, ഈ തീ ആളിപ്പിടിക്കുന്നത്, അത് കത്തിക്കയറുന്നത് എങ്ങോട്ടാണ്? അലൽ അഫ്ഇദാ, ജനങ്ങളുടെ ഹാർട്ടിനെയാണ് അത് ആളിപ്പടർന്നു പിടിക്കുക. കാരണം ഹൃദയത്തിലാണല്ലോ ദുശ്ചിന്തകളും മോശപ്പെട്ട വിശ്വാസങ്ങളുമെല്ലാം ഹൃദയത്തിലാണ്. ഈമാനുള്ളവൻ നരകത്തിൽ കടക്കൂല. ഈമാനും അമലുമുള്ളവൻ നരകത്തിലല്ല, അവൻ രക്ഷപ്പെടും. ഈമാനില്ലാത്ത ഹൃദയത്തിൽ മാലിന്യമുള്ളവൻ, അവിടെയാണ് തീ പടർന്നു പിടിക്കുന്നത്. തീ പിടിച്ച സ്ഥലത്തെങ്ങാനും മണ്ണെണ്ണയോ പെട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് തീ ആളിപ്പടരുന്നത് പോലെ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ ഈ നരകത്തിന്റെ തീ പ്രത്യേകമായി ആളിപ്പടരുന്നത് ഇവന്റെ ഹൃദയത്തിലേക്കാണ്. ഇതാണ് അഞ്ചാമത്തെ പ്രത്യേകതയായി അല്ലാഹു തആല പറയുന്നതെങ്കിൽ ആറാമതായി അല്ലാഹു പറയുന്നു, ഇന്നഹാ അലൈഹിം മുഅ്സദാ, ആ നരകം
അവരെ മേൽ കൊട്ടിയടക്കപ്പെട്ടതാണ്. ഈ നരകം എന്ന് പറഞ്ഞ നമുക്ക് ഇങ്ങനെ തീയിൽ വീണ് വിശാലമായ ഒഴിഞ്ഞ സ്ഥലമാണെങ്കിൽ ഏട്ടെങ്കിലും ഓടി രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഈ ഹുതമത്ത് എന്ന് പറയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞാൽ അത് അടപ്പുള്ളൊരു നരകമാണ്. അതിൽ നിന്നൊരു കുട്ടിക്ക് പുറത്തു കടക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്, എത്രയായിരിക്കും അതിന്റെ ഭീകരത. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ തരത്തിലുള്ള നരകമാണ് ഈ ദുസ്വഭാവികൾക്ക് അല്ലാഹു തആല തയ്യാറാക്കി വെച്ചത്. അവസാനമല്ല പറയുന്നത് ഫീ അമദിൻ മുമദ്ദദ. ഈ നരകത്തിന്റെ ഏഴാമത്തെ വിശേഷണം, ആ നരകം നീട്ടിയുണ്ടാക്കപ്പെട്ട തൂണുകളിലായി, അതേ നല്ല ഉറപ്പോടുകൂടെ, ഒരിക്കലും തീരുന്നില്ല. അങ്ങനെ വിശാലമായ ലോകത്ത് ഈ നരകം അടക്കപ്പെട്ട രീതിയിൽ ഒരിക്കലും കെട്ടുപോകാത്ത തീ കത്തിക്കപ്പെട്ടുകൊണ്ട് കഠിനമായ ചൂടുള്ള, എന്താണതിൻ്റെ അവസ്ഥ എന്നൊരാൾക്കും തിരിയാത്ത തരത്തിലുള്ള അൽ ഹുതമ എന്ന നരകത്തിലേക്കാണ് മനുഷ്യ സമ്പത്ത് കൈവശപ്പെടുത്തിയിട്ട് മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തി പണത്തിൻ്റെ മേലെ പരുന്തും പറക്കുകയില്ലെന്ന അഹന്തയോടെ ജീവിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പൊള്ളുന്ന താക്കീതാണ് ഈ അധ്യായം. അതുകൊണ്ട് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ അതാണ് നമ്മുടെ തറവാട്. അവിടെ എല്ലാ സൗകര്യങ്ങളുമുള്ള ലോകമാണ്, സന്തോഷം നിറഞ്ഞ ലോകമാണ്, ദുഃഖമില്ലാത്ത ലോകമാണ്, ആഗ്രഹിച്ചത് എന്തും നമുക്ക് ലഭ്യമാക്കുന്ന ലോകമാണ്. ആ ലോകത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ മനുഷ്യന്റെ വില അറിയണം. ഒരു മനുഷ്യനെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്, നിന്ദിക്കരുത്, അവനെ നമ്മൾ അവഹേളിക്കരുത്. ഞാൻ മറ്റുള്ളവനേക്കാൾ വലിയവനാണെന്ന അഹങ്കാരത്തിന്റെ ചിന്ത നമ്മളെ മനസ്സിലുണ്ടാകരുത്. പണം കൈവശമുള്ളത് കൊണ്ട് പാവപ്പെട്ടവനെ കാണാതെ പോകരുത്. ഇതൊന്നും അള്ളാഹു നമുക്ക് വിട്ടുതന്ന സാധനമല്ല, പരീക്ഷണാർത്ഥം നമ്മളെ കയ്യിൽ തന്നിട്ടുള്ളതാണ്. മുതലാളി അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടുന്നുണ്ടോ? പാവപ്പെട്ടവനെ പരിഗണിക്കുന്നുണ്ടോ? ഈ പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു തന്ന സമ്പത്ത് അതിൻ്റെ വിലയറിയാതെ നിലയറിയാതെ മതിമറന്ന് ജീവിച്ചു പോയാൽ നമുക്ക് സ്വർഗം കിട്ടുകയില്ല. സ്വർഗം ലഭിക്കണമെങ്കിൽ അതൊക്കെയും അള്ളാഹിൻ്റെ നിഅ്മത്താണെന്ന ബോധം വേണം. അത് അള്ളാഹിൻ്റെ പൊരുത്തത്തിലായി ചെലവ് ചെയ്യണം. അള്ളാഹ് അനുവദിച്ച മാർഗത്തിലൂടെ വർദ്ധിപ്പിക്കണം. അള്ളാഹു മാനിക്കാൻ പറഞ്ഞവരെയൊക്കെ മാനിക്കണം. പാവപ്പെട്ടവരെ പരിഗണിക്കണം. ഒരാളെയും നിസ്സാരപ്പെടുത്തരുത്. അവർക്കേ സ്വർഗമുള്ളൂ. ആ യോഗ്യത കൈവരിക്കുന്നവരിൽ അർഹമുർ റാഹിമീനായ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ദുആ ചെയ്യുന്നു. അർഹമുർ റാഹിമീനായ റബ്ബ് നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ.